കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നൂസിൻ്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ 159 സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി നാം ചിന്തിച്ചത് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് ഇൻ ക്രിസ്ത്യാനിറ്റി എന്നൊരു ശക്തമായ വിഷയമാണ്. അതായത് ഇന്ന് കാണുന്ന ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ശരിക്കും ക്രിസ്ത്യാനികളാണോ? ആർ ക്രിസ്ത്യൻസ് റിയലി ക്രിസ്ത്യൻസ് എന്നൊരു വിഷയമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ആ വിഷയത്തിൽ തന്നെ നിൽക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിന്റെ പ്രായോഗിക തലത്തിൽ അത് എങ്ങനെയായിരിക്കുന്നു? നമ്മൾ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ ഈ വചനങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ അത് നമ്മൾ അംഗീകരിക്കുകയും അതിന് പ്രകാരം ജീവിക്കാൻ ക്രമീകരണം പ്രാപിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും മൊത്തത്തിൽ ക്രിസ്ത്യാനിറ്റി എന്നൊരു വിഷയത്തെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതായത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ക്രിസ്തീയ മാർഗക്കാർ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസികൾ, ക്രിസ്ത്യാനിറ്റി അത് സത്യത്തിൽ എന്താണ്, ഏത് തരം ക്രിസ്ത്യാനിറ്റിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവർക്ക് എന്ത് സംഭവിക്കും, എന്താണ് അവരുടെ പ്രത്യാശ എന്നൊക്കെ ഒരു വിഷയത്തെ മൊത്തത്തിലൊന്ന് അവലോകനം ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഓരോ വിഷയങ്ങൾ നമ്മളങ്ങനെ പഠിച്ചു പോകുന്നു, ഓക്കെ, അത് മനസ്സിലാകുന്നുവെങ്കിലും ആകെ മൊത്തം ക്രിസ്ത്യാനിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മൾ ഏത് നിലയിലായിരിക്കുന്നു, 99% ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വലിയൊരു ചങ്ക് എന്തായി തീരാൻ പോകുന്നു എന്നുള്ള വിഷയത്തെ ഒന്ന് ടച്ച് ചെയ്ത് വിടുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പല ദിവസങ്ങളായിട്ട് പഠിച്ചാലേ ആധികാരികമായിട്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പോഴത്തെ കാലഘട്ടം വരെ നമുക്കൊന്ന് അവലോകനം ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നിരുന്നാലും ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്ത് ഇതിനെക്കുറിച്ചൊരു ഔട്ട്ലൈൻ, ഒരു സ്കെച്ച് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. പ്രായോഗിക തലത്തിൽ ക്രിസ്ത്യാനിറ്റി ഏത് നിലയിലായിരിക്കുന്നു? അതായത് ട്രഡീഷണലി നമ്മൾ കണ്ടുവരുന്ന ക്രിസ്ത്യാനിറ്റിയും ആക്ച്വലി ബൈബിളിൽ വിഭാവനം ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതും തമ്മിൽ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നാം ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി തന്നെയാണോ ബൈബിളിൽ പറയുന്ന ക്രിസ്ത്യാനിറ്റി? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പല മെസ്സേജുകളിലും ഞാൻ പറയാറുണ്ട്, നമ്മൾ ദൈവ സന്നിധിയിൽ നിന്നും ദൈവിക സത്യത്തിൽ നിന്നും അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു, കിലോമീറ്ററുകൾ കണക്ക് നമ്മൾ ദൂരം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അല്പം കൂടെ ഓപ്പൺ ചെയ്ത് തരുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന, നമ്മുടെ ചുറ്റുപാട് കാണുന്ന ക്രിസ്ത്യാനികൾ സത്യത്തിൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി, അതുമായിട്ട് എത്രമാത്രം അകന്നു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തിനാണ് അത് പഠിക്കുന്നത്? നമുക്ക് ബൈബിൾ പഠിച്ചാൽ പോരെ? എന്താണ് ആ വിഷയത്തിന്റെ പ്രാധാന്യത? എന്തിനു പഠിക്കണം? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, അല്ല, ദൈവവചനം നിങ്ങൾ വിശ്വസിക്കുന്നു, ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇത് സത്യവേദ പുസ്തകമാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് ദൈവിക മാർഗമാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ 2 കാര്യം സുനിശ്ചിതമാണ്. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ 2 കാര്യങ്ങൾ സുനിശ്ചിതമായിട്ട് നമ്മുടെ കാലഘട്ടങ്ങളിൽ തന്നെ നടക്കാൻ പോകുന്ന 2 കാര്യം സുനിശ്ചിതമാണ്. ഒന്ന് നമ്മുടെ മരണമാണ്. ഒന്ന് നമ്മൾ മരിക്കും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയേക്കും പലതും ചെയ്തിട്ട്. പക്ഷേ one day you will die. നമ്മൾ മരിക്കും, നമ്മുടെ മരണം സുനിശ്ചിതമാണ്. അതുപോലെ തന്നെ സഭയുടെ ഉൽപ്രാപണം, റാപ്ചർ ഓഫ് ദ ചർച്ച്, ഈ 2 കാര്യങ്ങൾ യെസ് ഇൻഡീഡ്, ഇത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളും സുനിശ്ചിതമായിട്ട് നടക്കുന്ന കാര്യങ്ങളുമാണ്. ഇതിൽ ആദ്യം ഏത് സംഭവിക്കും എന്ന് നമ്മൾ അറിയുന്നില്ല. 2 നിങ്ങളൊരു ട്രഡീഷണൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ പാരമ്പര്യ ക്രിസ്ത്യാനി, ഇന്ന് നാം ലോകത്തിൽ കാണുന്ന ഒരു ക്രിസ്ത്യാനി ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഞാനൊരു ദുഃഖവാർത്ത നിങ്ങളെ അറിയിക്കുക. വളരെ വളരെ എന്താ പറയുന്നത്, ദയനീയമായിട്ട് നിങ്ങൾ കൈവിടപ്പെട്ടു പോകുന്നതിനിടയായി തീരും. നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കത്തില്ല മരണശേഷം കാര്യങ്ങൾ നടക്കുന്നത്. ഒരിക്കൽ നിങ്ങളുടെ മരണം സംഭവിച്ചു, നാം ഇവിടുന്ന് മാറ്റപ്പെടേണ്ടതായിട്ട് വന്നു, അല്ല, കർത്താവിൻ്റെ വരവായി. അതിനുശേഷം നമുക്കൊരു തിരുത്തിന് അവസരമില്ല, നമ്മളെ തിരുത്താൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ മരണമാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം നിന്ന് കഴിയുമ്പോൾ അടുത്ത സെക്കൻഡിൽ നമ്മൾ കാര്യം മനസ്സിലാക്കും. ഭയങ്കര വഞ്ചിതരായി പോയിരിക്കുന്നു, നാം മനസ്സിലാക്കിയതിൽ നിന്നും വളരെ ദൂരത്തിൽ നാം പോയിരിക്കുന്നു. കാര്യങ്ങൾ
നാം ചിന്തിച്ചതുപോലെ അല്ല എന്ന് നമ്മൾ അന്നേരം തന്നെ മനസ്സിലാക്കും. വീട്ടിൽ നമ്മുടെ സ്വന്തക്കാർ ബന്ധക്കാരൊക്കെ നമ്മുടെ ചുറ്റും നിന്ന് അലമുറയിട്ട് കരയുമ്പോൾ അതിനെക്കാട്ടിൽ അലമുറയിട്ട് നമ്മൾ കരയുന്നുണ്ടാവും. ഇതൊരു വാസ്തവമാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇതാണ് ശരിക്കും സത്യം. ഇനി അതല്ല റാപ്ചർ ആണ് നടക്കുന്നതെങ്കിൽ, ഫസ്റ്റിൽ നടക്കുന്നത് റാപ്ചർ ആണ്, നമ്മുടെ ജീവിതകാലത്ത് തന്നെ റാപ്ചർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതി ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഒരു യാഥാസ്ഥിക ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യാനിയുടെ കാര്യമാണ് പറയുന്നത്. എൻ്റെ മുമ്പിൽ ഇരിക്കുകയും വചനത്തെ വേണ്ടുവണ്ണം മനസ്സിലാക്കുകയും ചെയ്തവരുടെ കാര്യമല്ല. ഒരിക്കൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ സുനിശ്ചിതമാണ്, ഉറപ്പാണ്. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു യാഥാസ്ഥിക അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ, അവരുടെ കാര്യമാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഗതി ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. കാര്യം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ റാപ്ചർ, പിന്നെ ഈ ലോകത്തിൽ നിറവേറാൻ പോകുന്നത് അടുത്ത 7 വർഷത്തെ ഒരു കാലഘട്ടമാണ്. ആ 7 വർഷം എന്ന് പറയുന്നത് ശരിക്കും പീഡനകാലമാണ്. കൊറോണയും എബോളയും ഒക്കെ മാതിരി, ക്യാൻസർ മാതിരി പൊട്ടി അളിയുന്ന ഒരു കാലം. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, ഇതൊന്നും നമ്മൾ ശരിക്കും കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമേ കണ്ടിട്ടുള്ളൂ. ക്ഷാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് നമ്മൾ പൊരിയുന്ന ഒരു കാലഘട്ടം വരും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, പിന്നെ മനുഷ്യനെ കുത്തുന്ന ടൈപ്പിലുള്ള തേള്, പാമ്പ്, അതുപോലുള്ള സംഗതികൾ, നമ്മളെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സംഗതികൾ, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുക, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങളും മറ്റുള്ള ശക്തികളും ഭൂമിയിലേക്ക് വീഴുക, മരണം നമ്മൾ കൊതിക്കുന്ന ഒരു കാലഘട്ടം. മരിച്ചാൽ മതി കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ ഒന്ന് കൊന്നു തരണം, എനിക്ക് മരിക്കണം എന്ന് നിങ്ങൾ കൊതിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിന്റെ അവസാനത്തിൽ ഹെർമഗദോൻ യുദ്ധം ഇവിടെ നടക്കുകയും കർത്താവിന്റെ വരവാകുകയും രാജാതിരാജാവായിട്ട് കർത്താവ് യഹൂദനെ വീണ്ടെടുക്കാനായിട്ട് ഒലിവുമലയിലേക്ക് വരികയും അവരുടെ വീണ്ടെടുപ്പ് നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ റാപ്ചറിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗതി അധോഗതിയാണ്. നിങ്ങൾ നിത്യ നരകത്തിലേക്ക് പോകും. നിങ്ങൾ പ്രാരംഭത്തിൽ തന്നെ മരിച്ച് എന്താ പറയുന്നത്, യാതന സ്ഥലത്തേക്ക് പോവുകയും അതിനുശേഷം അവിടെ നിന്നും 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള വെള്ളസിംഹാസനത്തിലേക്ക് വന്ന് അവിടെ നിന്ന് നിത്യ നരകത്തിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനായിട്ടാണ് ഈ പഠനം. എന്തിനാണ് ഈ വിഷയം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. ഇത് ഒഴിവാക്കാനായിട്ടാണ്. ഇത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സത്യം അറിയുകയും ഈ സത്യത്തിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്, അതായത് ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്ന ഒരു പദ്ധതി നീതിമാനായ ദൈവം നിങ്ങൾക്കായിട്ട് ഇവിടെ തുറന്നിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ആ രക്ഷ ലഭിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇത് എന്നെ കേൾക്കുന്ന ഏവർക്കും ഈ രക്ഷ ലഭിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇതൊന്നും ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ആളിനെ ചേർക്കാനോ ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുവാനോ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് അല്ല. നിങ്ങൾ ഗേറ്റ് മിനിസ്ട്രിയിൽ ആരും തന്നെ ചേരേണ്ട ആവശ്യമില്ല. സത്യവചനത്തെ മനസ്സിലാക്കുകയും നിങ്ങളെ തന്നെ രക്ഷിച്ചാൽ മാത്രം മതി. ഒരിടത്തും ചേരേണ്ട ആവശ്യമില്ല. തെറ്റിദ്ധരിക്കരുത്. ഇവിടെ എന്തോ ആളെ കൂട്ടുന്ന പ്രസ്ഥാനത്തിലേക്ക് ആളെടുപ്പ് നടക്കുകയാണെന്ന് വിചാരിക്കില്ല. അങ്ങനെ ഒരു താല്പര്യമേ നമുക്കില്ല. നിങ്ങൾ സത്യം അറിയാൻ വേണ്ടിയിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ആത്മാർത്ഥതയോട് നിങ്ങളോട് പറയുക. ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയാണ്. ഇനി അല്ല, ഒരു ട്രഡീഷണൽ ക്രിസ്ത്യാനിയായിട്ട് തുടരാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ തുടരാം. പക്ഷെ കൈവിടപ്പെട്ടു പോകുന്നതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം താങ്കൾക്കായിരിക്കും എന്ന് മറന്നു പോകരുത്. പിന്നെ കർത്താവ് കരുണയില്ലാത്തവനാണോ, എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ, ഇത്രമാത്രം ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കരുത്. കാര്യം ഇതാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഒരു മിനിറ്റ് വാസ്തവമായിട്ട് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിത്യത ഉറപ്പാക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് താങ്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളാണ് താങ്കളുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്, വേറെ ആരുമല്ല. പാരമ്പര്യ ക്രിസ്ത്യാനിയായിട്ട് തുടരുക എന്നുള്ളത് താങ്കളുടെ ചോയ്സാ. അല്ല സത്യമാർഗത്തിലേക്ക് വരണോ, നിത്യത ഉറപ്പാക്കണമോ, മരണശേഷം എനിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇത് നോഹയുടെ കാലത്തെ പെട്ടകം പോലെ ഈ കാലഘട്ടത്തിലെ നിങ്ങളെ രക്ഷിക്കുവാനായിട്ടുള്ള ഒരു പെട്ടക സന്ദേശമാണ് എന്ന് മനസ്സിലാക്കുക. ആ ബോട്ടിലേക്ക് കടക്കുവാനായിട്ട് രക്ഷാ സന്ദേശം പറഞ്ഞതുപോലുള്ള ഒരു രക്ഷാ സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഗേറ്റ് മിനിസ്ട്രിയുടെ ശുശ്രൂഷ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ഇന്ന് സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമായിട്ട് സകല മാനവും മഹത്വവും സ്വീകരിച്ച് വാഴുകയാണ്. നിങ്ങൾക്ക് ആർക്കും അതിൽ സംശയമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയമുണ്ടെങ്കിൽ ആ സംശയം ആദ്യം ക്ലിയർ ചെയ്യണം. ഈ ലോകത്തിന്റെ ദൈവം സാത്താനാണ്.
ഈ ലോകത്തിന്റെ സകല മാനവും മഹത്വവും സ്വീകരിച്ച് അവൻ അങ്ങനെ വാഴുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമല്ല, എല്ലാ വിശ്വാസങ്ങളിലും, എല്ലാ റിലീജിയന്റെയും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് സാത്താനാണ്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയാണ്. ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയാണ് ഇന്ന് ഈ ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മൾ ഈ സത്യം പറയുമ്പോൾ നമുക്കെതിരായിട്ട് തിരിയും. ഒരുത്തർ പോലും ഈ സത്യം അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. ഈ പ്രസംഗം ആരും കേൾക്കാതിരിക്കാൻ ഇതിനുശേഷം യൂട്യൂബിൽ വന്നു കഴിഞ്ഞാലും എത്ര തടയിടാൻ പറ്റുമോ അത്രയും തടയിടാൻ നോക്കും. കാര്യം അവന്റെ അടിത്തറ ഇളക്കുന്ന, അവന്റെ അടിസ്ഥാനങ്ങൾ തകരുന്ന ഒരു സത്യമാണ് നമ്മൾ തിരുവചനത്തിലൂടെ എടുത്തു കാണിക്കുകയും ജനത്തിന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാത്താൻ ഇതിനെ എതിരിട്ടുകൊണ്ടേയിരിക്കും. അനേകർ ഇതിലേക്ക് വരാനോ കാണാനോ ഒന്നും അവൻ അനുവദിക്കത്തില്ല. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ലോകത്തിലെ ശുശ്രൂഷയിൽ ഗദര ദേശത്ത് ചെല്ലുന്ന ഒരു അനുഭവം നമുക്കറിയാം. ഗാദിരും റൂബേന്യരും താമസിക്കുന്ന ദേശത്തെയാണ് ഗദര ദേശം, ഗരസേന്യ ദേശം എന്ന് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം. അവര് രണ്ട് കൂട്ടർ, ഈ ഗാദ്യരും റൂബേന്യരും എന്ന് പറയുന്നത്, മോശെ അവരെയും കൊണ്ട് മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവര് ഏകദേശം ഗലീലി തടാകത്തിന്റെ ഇക്കരെ കരയെത്തി കഴിഞ്ഞപ്പോഴത്തേനും മോശയെ സമീപിക്കുകയും മോശയോട് പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല, ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വേണ്ട, ഞങ്ങൾക്ക് ഇവിടം മതി, ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട്, ഞങ്ങളുടെ പശുക്കൾക്ക്, ഞങ്ങളുടെ ആടുമാടുകൾക്കൊക്കെ ഈ ദേശം മതി, ഞങ്ങൾക്ക് ഇവിടം തരാൻ പറഞ്ഞു. മോശയ്ക്ക് അത് അനിഷ്ടമായിരുന്നു. മോശ അവരെ ശകാരിക്കുകയും അവരോട് അക്കരെ പോകാനും വാഗ്ദത്ത ദേശത്ത് പോയി താമസിക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞെങ്കിലും അവർ വളരെ നിർബന്ധം പറഞ്ഞത് കാരണം അവരെ അവസാനം അവിടെ നിൽക്കുവാനായിട്ട് അനുവദിക്കേണ്ട സാഹചര്യം വന്നു. അവിടോട്ട് ഞാൻ കടക്കുന്നില്ല. വളരെ ഞാൻ നമ്മുടെ സഭായോഗത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാ. ദൈവഹിതമായിരുന്നില്ല. എന്നിരുന്നാലും അവിടെ പച്ചപ്പുൽമേടുകളും മറ്റു സൗകര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗാദ്യരും റൂബേന്യരും രണ്ട് ഗോത്രക്കാരും മോശയോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണെന്ന്. അങ്ങനെ അവിടെ താമസിച്ച കൂട്ടരാണ്. അവരന്ന് ആടുമാടുകളെ തീറ്റുവാനായിട്ടാണ് അവിടെ താമസിച്ചതെങ്കിലും പിന്നീട് അവർക്ക് ഹറാമായ പന്നി മേയുന്ന നാടായിട്ട് മാറി. ലോങ് റണ്ണിൽ അവരെ കാണുവാനായിട്ട് ഈ ഗലീലി തടാകത്തിൽ കൂടി കർത്താവ് ഒരിക്കൽ ബോട്ട് കയറി ഇക്കരയ്ക്ക് വരിക, ഗദരദേശം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാത്താൻ ബാധിച്ച, അതായത് ലെഗ്യോൻ ബാധിച്ച ഒരു മനുഷ്യൻ കർത്താവിനെ എതിരിട്ട് വരികയാണ്. അവനെ കർത്താവ് ശാസിക്കുകയും അവനുള്ള ഭൂതം പന്നിക്കൂട്ടത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് കാണാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതം ബാധിച്ച ദേശമായിട്ട് പോകുവാനായിട്ടിടയായി ഗദരദേശം. അവിടെ ഒരു ലെഗ്യോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബറ്റാലിയൻ, റോമൻ പട്ടാളത്തിന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ ലെഗ്യോൻ. ഒരു ബറ്റാലിയൻ എന്നാണ് പറയുന്നത്. ഏകദേശം 5000 മുതൽ 6000 വരെ പട്ടാളക്കാരുള്ള ഒരു ബറ്റാലിയനെയാണ് ഒരു ലെഗ്യോൻ എന്ന് പറയുന്നത്. ഇവിടെ ഇവന്റെ മേലെ ഒരു 5000-6000 ഭൂതം ബാധിച്ചിരിക്കുക. അവൻ വന്നിട്ട് കർത്താവ് അവനെ ശാസിച്ചപ്പോഴത്തേന് പന്നിക്കൂട്ടത്തിലേക്ക് പോയി കൂട്ടത്തോടെ കടും തൂക്കത്തോടെ വെള്ളത്തിൽ വീണ് ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ ഈ സംഭവം നടക്കുമ്പോൾ അവിടുത്തെ ആ ദേശക്കാർ വന്നിട്ട് കർത്താവിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? കർത്താവേ, നീ ഇവിടെ നിൽക്കണം, ഇവിടെ കുറെ നാളിവിടെ ശുശ്രൂഷിക്കണം, ഇവിടെ നിന്ന് പൊക്കളയല്ല, ഇവിടുന്ന് ശുശ്രൂഷിക്കണം, ഞങ്ങളെ കുറെ പേർ, ഒത്തിരി പേര് ഭൂതബാധിതരായിട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങളെയൊക്കെ ഒന്ന് സൗഖ്യമാക്കണം എന്നല്ല പറയുന്നേ. അവർ വന്ന് കൈ തൊഴുതിട്ട് പറയുക, ഞങ്ങളുടെ അതിർ വിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് അപേക്ഷിച്ച് പറഞ്ഞു. സാത്താൻ ഒരിക്കലും സത്യവചനത്തെ, ദൈവപ്രവൃത്തിയെ നിറവേറ്റുവാനായിട്ട് അനുവദിക്കത്തില്ല. നമ്മൾ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുമ്പോൾ സത്യവചനത്തെ നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? സാത്താന്റെ അധീനതയിൽ കിടക്കുന്ന മരണം, ഒരു മനുഷ്യനെ അവന്റെ അധീനതയിൽ എന്താ പറയുന്നത്, ബലവാൻ ആയുധവർഗം ധരിച്ച് അരമന കാത്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ വസ്തുവകകൾ സുഖേന ഇരിക്കുന്നുവെങ്കിലും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു ഭാഗമാണ്, സാത്താൻ ഇന്ന് അരമന കാത്തുകൊണ്ട് ഈ ലോകത്തിലുള്ള സകല ആത്മാക്കളെയും അവന്റെ കസ്റ്റഡിയിൽ, ഒരുത്തരെ പോലും വിട്ടുകൊടുക്കുവാൻ അവൻ തയ്യാറല്ല. ഒരാത്മാവിന്റെ വില ഈ ഉലകത്തിന്റെ വിലയെക്കാട്ടിൽ വലുതാണ്. അതുകൊണ്ട് ഒരാത്മാവിനെ പോലും വിട്ടുകൊടുക്കാതെ ഏത് രീതിയിലുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ച് ഇതിന്റെ എല്ലാം സുപ്രീം അതോറിറ്റി ആയിട്ട് ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി ഈ ലോകത്തിൽ വാഴുകയാണ്. അവൻ ഈ സത്യം പ്രസംഗിക്കാനോ അവന്റെ രാജ്യത്തിന്റെ അടിത്തറ തോണ്ടുന്ന ഈ മെസ്സേജ് പ്രചരിപ്പിക്കാനോ അവൻ സമ്മതിക്കത്തില്ല. അവൻ നമ്മളോട് പറയും, ഈ ദേശം വിട്ടു പോകാൻ അപേക്ഷിക്കും, ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് ഓടിപ്പോകുവാനായിട്ട് നമ്മളോട് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രവർത്തികൾ ചെയ്യും.
ഇന്ന് സാത്താൻ ഈ ലോകത്തെ അടക്കി വാഴുകയാണ്. ഈ സത്യം കേൾക്കാനോ പ്രസംഗിക്കുവാനോ അവർ അനുവദിക്കത്തില്ല. ഇവിടെയാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വസ്തതയും ശോധന ചെയ്യപ്പെടുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ്. ഹല്ലേലൂയ. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ക്രിസ്തീയ ഗോളം, ക്രിസ്തീയ സമൂഹം, വേദപുസ്തകം നമ്മളെ പരിചയപ്പെടുത്തുന്ന, വിഭാവനം ചെയ്യുന്ന ആക്ച്വൽ ക്രിസ്ത്യാനിറ്റി, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാനൊരു പിക്ചർ ഫസ്റ്റ് നിങ്ങളെ ഒരു പിക്ചർ ഒന്ന് കാണിക്കാം. അതിനുശേഷം ഈ വിഷയത്തെ കൂടുതൽ പറഞ്ഞു തരുവാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ചില പടങ്ങളാണ്. ആരോടും പ്രത്യേക വൈരാഗ്യത്തോടെ എടുത്തതല്ല. കണ്ണിൽ കണ്ടപ്പോൾ ഫസ്റ്റിൽ കണ്ടത് ചില പിക്ചറുകൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിറ്റി ഏതാണ്ട് ഈ ഒരു രൂപത്തിലായിരിക്കുക. ആരോടും തന്നെ എനിക്കൊരു വിരോധമില്ല. ഞാൻ ഈ പടം എനിക്ക് കണ്ണിൽ ഇഷ്ടപ്പെട്ടതും പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നതുമായതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണുന്ന ഓരോ മതങ്ങളും, ഓരോരോ വിശ്വാസങ്ങളാണിത്, ഓരോരോ ഗ്രൂപ്പുകാരാണ്. ഈ ഗ്രൂപ്പിൽ പെന്തക്കോസ്റ്റ് ഉണ്ട്, ബ്രദറിനുണ്ട്, മർത്തോമയുണ്ട്, കാത്തോലിക്കുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായിട്ടുണ്ട്, എല്ലാ തരം വിഭാഗങ്ങളും ഉണ്ട്. എല്ലാം ഇതാണ് നമ്മുടെ ചുറ്റും നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ, നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്, എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവരാണ് ഇന്ന് ക്രിസ്ത്യൻഡത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് ഇവരാണ്. ഈ ക്രിസ്തീയ മാർഗത്തിൽ എല്ലാവരും പെടും. ഒരുത്തർ മാത്രമല്ല. പെന്തക്കോസ്റ്റ്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, അഡ്വാന്റിസ്റ്റ്, മെത്തഡിസ്റ്റ്, പ്രെസ്ബിറ്റേറിയൻ, ആംഗ്ലിക്കൻ, ലൂതറൻ, കാത്തലിക്, ഓർത്തഡോക്സ് എല്ലാവരും വരും. സകലമാന പേരും ഇതിന്റെ ഭാഗം. അതുകൊണ്ട് തന്നെ ആരെയും പ്രത്യേകിച്ച് ഞാൻ ടാർഗറ്റ് ചെയ്യുകയല്ല. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. ക്രിസ്ത്യൻഡം ആസ് എ ഹോൾ ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. മുഴുവനും ഈ സത്യത്തിൽ നിന്ന് മാറിപ്പോയി. അതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ വിഷയം. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിയാണ് ഞാൻ ഈ കാണിച്ച പിക്ചറിൽ കൂടെ നിങ്ങൾ കണ്ടത്. പാരമ്പര്യ ക്രിസ്ത്യാനി. അയ്യോ, ആ പാരമ്പര്യ ക്രിസ്ത്യാനിയിലാണോ പെന്തക്കോസ്റ്റുകാരും ബ്രദറുകാരും അല്ലെന്നുണ്ടെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റും ബാപ്റ്റിസ്റ്റും ഇവരൊക്കെ ആ ഗ്രൂപ്പുകാരാണോ, പാരമ്പര്യത്തിലാണോ? തീർച്ചയായിട്ടും അവരെല്ലാവരും ഈ പാരമ്പര്യത്തിൽ തന്നെയാണ്. അവരെല്ലാവരും നിക്കിയ കൗൺസിൽ പ്രകാരം, നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ എന്ത് തീരുമാനമെടുത്തോ, AD 325 കോൺസ്റ്റന്റൈനും ചർച്ച് ഫാദേഴ്സും ചേർന്ന് എന്ത് തീരുമാനമെടുത്തോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ തന്നെയാണ് നിൽക്കുന്നത്. ചില മാറ്റങ്ങൾ, അതിന്റെ ഉപദേശങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ വേരും കുറ്റിയും എല്ലാം അത് തന്നെയാണ്. ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ ഇന്ന് നിങ്ങൾ ലോകത്തിൽ കാണുന്ന 1% സത്യത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രയും ഞാൻ പറഞ്ഞതുകൊണ്ട് ഇവരെന്തോ തെറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണ് എന്ന് വിചാരിക്കരുത്. അവർ തെറ്റ് ചെയ്യാനായിട്ട് കൂടിയവരല്ല. ആക്ച്വലി വഞ്ചിതരായി പോയവരാ, അറിയാതെ ഈ വഞ്ചിക്കപ്പെട്ടു പോയവരാണ്. സാൻമാർഗിക ജീവിതം നയിക്കുന്ന നല്ല മനുഷ്യരാ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല ജനമാ. അവരെ ആരും ഞാൻ കുറച്ച് കാണുന്നില്ല. അവരെല്ലാവരെയും ഞാൻ ആദരിക്കുന്നു. അവരുടെ എല്ലാ നിലവാരത്തെയും ഞാൻ ആദരിക്കുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾ ജീവിച്ചത് കൊണ്ടോ, ഹരിചന്ദ്രന്റെ കൊച്ചുമകനായിട്ട് ജീവിച്ചത് കൊണ്ടോ താങ്കൾ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ സ്വർഗത്തിൽ പോകുമായിരുന്നു എങ്കിൽ താങ്കൾ പിന്നെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. എവിടെയെങ്കിലും നിന്ന് സാൻമാർഗിക ജീവിതം നയിച്ച് സമൂഹത്തിന് കൊള്ളാവുന്നവനായി നിന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന ഒരു പദ്ധതി അല്ല ഈ തിരുവചനം വിഭാവനം ചെയ്യുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ഈ തിരുവചനത്തിലെ സത്യവേദ പുസ്തകമാണെന്നും ഇതിലത്തെ വചനം സത്യമാണെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു സാൻമാർഗിക ജീവിതം നയിച്ചത് കൊണ്ട്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവർക്ക് കൊള്ളാവുന്നവനായി ജീവിച്ചത് കൊണ്ട് താങ്കളുടെ മരണം വരെ താങ്കൾക്ക് അത് കൊള്ളാം. മരിച്ചു കഴിഞ്ഞാൽ താങ്കൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകും. ഇതൊന്നും താങ്കൾക്ക് പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് ആമുഖമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളെ ഈ വിഷയത്തിന് വേണ്ടി ആ സ്റ്റേജ് ഒന്ന് ഒരുക്കുക ചെയ്തത്. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വൽ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് പറയാം. ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി, നാം കാണുന്ന ക്രിസ്തീയ സമൂഹം, അതെന്താണെന്നൊന്ന് പറയാം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നാം കാണുന്ന ഈ ക്രിസ്തീയ മാർഗം അതെന്തും തന്നെ ആകട്ടെ, ഏത് വിശ്വാസം വേണമെങ്കിലും ആകട്ടെ, പെന്തക്കോസ്റ്റ് മുതൽ കാത്തലിക് വരെ ഏത് വിശ്വാസം വേണമെങ്കിലും ആകട്ടെ, എല്ലാവരുടെയും അടിസ്ഥാനം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അടിസ്ഥാനമുള്ളതാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ അടിസ്ഥാനമുള്ളതും
പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്ത പ്രകാരം വെളിപ്പെട്ടു വന്നതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ ശുശ്രൂഷയിൽ പഠിപ്പിച്ചതും, അതായത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങളിൽ കൂടി നമ്മളെ അറിയിച്ചിരിക്കുന്നതും പന്തിരുവരിലൂടെ കൈമാറി വന്നതുമായ, അതായത് അപ്പോസ്തോലിക ഉപദേശമെന്ന് അവർ കൂടെ പറയുന്ന ആ പന്തിരുവരിലൂടെ കൈമാറി വന്നതുമായ ഒരു യഹൂദ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്. ഇതിനെ കിങ്ഡം ഗോസ്പൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയും. ഇത് ക്രിസ്തീയ വിശ്വാസമല്ല, ഇത് യഹൂദിയ വിശ്വാസമാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അടിസ്ഥാനമുള്ളതാണ്. പിതാക്കന്മാർക്ക് വാഗ്ദത്തം ലഭിച്ച വാഗ്ദത്ത പ്രകാരം വന്ന പദ്ധതിയാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇവിടെ ശുശ്രൂഷിച്ചതും പഠിപ്പിച്ചതുമായ ഉപദേശമാണ്. പന്തിരുവരിലൂടെ കൈമാറി വന്നതാണ്. അങ്ങനെ ദൈവം യഹൂദന് വാഗ്ദത്തം കൊടുത്തിരുന്ന ഒരു വാഗ്ദത്ത പദ്ധതിയുടെ അടിസ്ഥാനമാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്നത്. ഈ സഭകളുടെ എല്ലാം അടിസ്ഥാന വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നിക്യ വിശ്വാസ പ്രമാണമാണ്, അല്ലെങ്കിൽ നൈസിയൻ ക്രീഡാണ്. എന്നാൽ സത്യത്തിൽ ഇതൊരു ക്രിസ്തീയ മാർഗം അല്ല, മറിച്ച് യഹൂദിയ മാർഗമാണ്, യഹൂദിയ വിശ്വാസമാണ്. യഹൂദന്റെ വാഗ്ദത്ത മശിഹയായിട്ടാണ് കർത്താവ് ലോകത്തിൽ വരുന്നത്. കർത്താവ് വരുമ്പോൾ ഇവിടെ യഹൂദനും ജാതികളും എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇല്ല. കർത്താവിന്റെ ശുശ്രൂഷ വേളയിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല. ഇവിടെ ആകെയുള്ളത് യഹൂദനും മറ്റേതാശേരായും ബാലിനെയും ആരാധിച്ചു വരുന്ന ഒരു വലിയ ജാതീയ സമൂഹം എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ഇതാണ് യഹൂദന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിലേക്കാണ് അവരുടെ വാഗ്ദത്ത മശിഹയായിട്ട് കർത്താവ് ഉലകത്തിലേക്ക് വരുന്നതും അവരോട് ശുശ്രൂഷിക്കുന്നതും. യഹൂദിയ വിശ്വാസം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം അറിയാമെങ്കിലും നമ്മെ ശ്രദ്ധിക്കുന്ന പലരും പുതുമുഖങ്ങളായിട്ടുള്ളത് കൊണ്ട് ഞാനൊരു അല്പം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. യഹൂദിയ വിശ്വാസം കർത്താവിന്റെ വരവിൽ ന്യായപ്രമാണത്തിലൂടെ കൊടുത്തിരുന്ന ആ വിഷയങ്ങളൊക്കെ കർത്താവ് ഉലകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നിഴലായിട്ട് അവർക്ക് ന്യായപ്രമാണത്തിലൂടെ ആചരിക്കാനായി കൊടുത്തിരുന്ന എല്ലാ കാര്യങ്ങളും പൊരുളായിട്ട് മാറുവാനിടയായി. അതായത് അത് നിറവേറുവാനായിട്ട്, റിയലൈസ്ഡ് ആകുവാനായിട്ടിടയായി. അവരുടെ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ പ്രകാരം അവർ ചെയ്തിരുന്ന യാഗം അതൊരു പ്രായശ്ചിത്ത യാഗമാണ്. ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെയോ കാളക്കെട്ടനാവിനെയോ യാഗം കഴിക്കണം. ആ പ്രായശ്ചിത്ത ബലി നിറവേറുവാനായിട്ടിടയായി. കർത്താവിന്റെ വരവോട്, കർത്താവിന്റെ കാൽവറി യാഗത്തോട് ആ പ്രായശ്ചിത്ത ബലി ആക്ച്വലി അവർ നിഴലായിട്ട് എന്ത് ചെയ്തിരുന്നു അത് പൊരുളായിട്ട് നിറവേറുവാനിടയായി. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുവാനിടയായി. അവർ കാലാകാലങ്ങളായിട്ട് അറുത്തുകൊണ്ടിരുന്ന പെസഹ കുഞ്ഞാട് ക്രിസ്തുവായിരുന്നുവെന്നും ആ കർത്താവ് അറുക്കപ്പെടുവാനിടയായി. അത് വാസ്തവത്തിൽ നിറവേറുവാനായിട്ടിടയായി. യാഗവും യാഗപീഠവും അതോടുകൂടി നിന്നുപോയി. പുരോഹിതനും മഹാപുരോഹിതനും അവരുടെ ശുശ്രൂഷ അതോടുകൂടി അവസാനിച്ചു. കാര്യം യാഗം കഴിക്കാനാണ് പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ പുരോഹിതനെ നിയമിച്ചാക്കിയിരുന്നത്. യാഗം നിന്നു പോയതുകൊണ്ട് പുരോഹിത ശുശ്രൂഷയും ഇല്ലാതെ പൗരോഹിത്യ ശുശ്രൂഷയും അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ആലയവും അതിന്റെ അതിപരിശുദ്ധ സ്ഥലവും ഒക്കെ തമ്മിലുള്ള പ്രസക്തി ഇല്ലാതെയായിപ്പോയി. 2-3 പേരെ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഏത് സമയവും എഴുന്നള്ളി വരാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മുമ്പ് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം കയറി ചെന്നിരുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്നിരുന്ന ദൈവിക തേജസ് കർത്താവിന്റെ കാൽവറി യാഗത്തിന് ശേഷം 1-2 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എന്ന് പറയുന്ന ഒരു ക്രമത്തിലേക്ക് മാറുവാനായിട്ടിടയായി. 7 പെരുന്നാളുകൾ അവർക്ക് കൊടുത്തിരുന്നതിൽ 4 പെരുന്നാള് ആ കാലഘട്ടത്തിൽ തന്നെ നിറവേറി. പെസഹ പെരുന്നാള്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാള്, അതിനുശേഷം പെന്തക്കോസ്ത് പെരുന്നാള്. ഈ 7 പെരുന്നാളിൽ 4 എണ്ണം ഓൾറെഡി നിവൃത്തിയായി കഴിഞ്ഞു. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. കാഹള പെരുന്നാള്, മഹാപാപ പരിഹാര പെരുന്നാള്, കൂടാര പെരുന്നാൾ. ഇത് 3ഉം അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ അവരുടെ ഇടയിൽ നിറവേറും. ഇത് അവരോട് പറഞ്ഞിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇതെല്ലാം അവരുടെ ഇടയിൽ നടന്നിരുന്ന കാര്യമാണ്. ന്യായപ്രമാണം ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. അത് കൊടുത്തിരിക്കുന്നത് യഹൂദന. അവരുടെ നേതാവായി വിമോചിതനായി അവരെ കൊണ്ട് കനാൻ ദേശത്താക്കിയിരിക്കുന്ന മോശ മുഖാന്തരം കർത്താവ് അവർക്ക് കൈമാറിയിരിക്കുന്നതും രക്തം തളിച്ച് അതിനെ കോൺസിക്രേറ്റ് ചെയ്ത് അവർക്ക് പാലിക്കാനായി ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതുമാണ്. ആ ചട്ടങ്ങളെ അവരെ പാലിക്കുവാനായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്.
ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ആരംഭിച്ചിട്ടില്ല, ഉത്ഭവിച്ചിട്ടില്ല. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ആ കാലഘട്ടത്തിൽ ഇല്ല. ഇതെല്ലാം കൊടുത്തിരുന്നത് യഹൂദനാണ്. കാരണം അവരാണ് ദൈവജനം. അവരിൽ നിന്നാണ് ദൈവം 12 ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത്. 12 ഗോത്രത്തിലും തലവന്മാരായിരുന്ന 12 സിംഹാസനത്തിലിരുന്ന് ന്യായം വിധിക്കുവാൻ കർത്താവിനോടൊപ്പം അവർ 12 ശിഷ്യന്മാരെ കർത്താവ് എണ്ണി എടുത്തിരിക്കുക. അതിൽ 12ാമത് ഒരുവൻ യൂദ തന്റെ നിയോഗം വിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേന് അവിടത്തേക്ക് വേറൊരാളെ പരിശുദ്ധാത്മാവിനാൽ ചീട്ടിട്ട് എടുത്തിരിക്കുക നിയോഗത്താൽ. അതും കർത്താവ് യോർദാനിൽ സ്നാനം കഴിച്ച നാൾ മുതൽ സ്വർഗാരോഹണം ചെയ്യുന്ന നാൾ വരെ അവരോട് കൂടെ നടന്ന ഒരാളിൽ നിന്ന് ഒരാളെ പരിശുദ്ധാത്മാവിനാൽ ചീട്ടിട്ട് അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുക. ഇത് ഈ 12 എന്ന് പറയുന്നത് അവരുടെ കണക്കും അവരിൽ നിന്ന് എടുത്തിരിക്കുന്ന ജനവുമാണ്. ഇതൊന്നും ക്രിസ്ത്യാനിറ്റിയുമായിട്ട് സീറോ ബന്ധമാണ്. ക്രിസ്ത്യാനിറ്റി ഇവിടെ ആരംഭിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നോട് ചോദിക്കണം. ഞാനിത് പകൽ വെളിച്ചം പോലെ സത്യമായ ഒരു സംഗതിയാണ്. ഞാനിതിനെ ക്ലിയർ ചെയ്തു തരാം. 12 പേര് യഹൂദന്മാരാ. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ യഹൂദന്മാരാ, അവരൊന്നും ക്രിസ്ത്യാനികളല്ല. 120 പേര് കൂടിയിരുന്നപ്പോൾ സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്ന 120 പേരും യഹൂദന്മാരാ. അന്നേ ദിവസം 3000 പേര് സ്നാനം കഴിച്ച് സഭയോട് ചേരുക എന്ന് പറയുന്ന 3000 പേരും യഹൂദന്മാരാ. അവിടെ 15 രാജ്യത്തിന്റെ പേര് പറയുന്നുണ്ട്. കാര്യം ആ രാജ്യങ്ങളിലെല്ലാം ചിതറിപ്പോയിരിക്കുന്ന യഹൂദൻ പെസഹ പെരുന്നാൾ ആചരിക്കാൻ യെരുശലേമിൽ വന്നു ചേർന്നിരിക്കുക. ആ അധ്യായം മാത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം എത്ര പ്രാവശ്യം യഹൂദ പുരുഷന്മാരെ, ഞങ്ങളുടെ സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? യഹൂദ ആ ജനത്തോടാ പറയുന്നത്. 3000 പേര്. അതിന് അടുത്ത ദിവസം 5000 പേര് പത്രോസും യോഹന്നാനും യെരുശലേം ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെ കാണാം, അവിടെ 5000 പേര് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് കാണാം. ഇത് മുഴുവനും യഹൂദന്മാരാണ്. ഇവിടെ ഒന്നും ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എവിടുന്ന് ഇത് തുടങ്ങി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴഞ്ഞു പോകും. ഇവിടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ആരംഭമേ ആയിട്ടില്ല. കർത്താവിന്റെ ലോകത്തിലെ മിനിസ്ട്രി മുഴുവനും യഹൂദന്റെ ഇടയിലാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹല്ലേലൂയ. കർത്താവാണ് അവരുടെ രാജാവായിട്ട് പിറക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് കർത്താവ് വരുന്നത്. എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. യഹൂദനോട് മാത്രം ശുശ്രൂഷിക്കുകയും അവരുടെ രക്ഷാ പദ്ധതി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കർത്താവ് ഒരു പുതിയ നിയമം സ്ഥാപിക്കുക. ആ പുതിയ നിയമം കൊടുത്തത് യഹൂദന് തന്നെയാണ്. പഴയ നിയമം കൊടുത്തവർക്ക് തന്നെയാണ് പുതിയ നിയമം കൊടുത്തിരിക്കുന്നത്. അത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമമാണ്, ഒരു പ്രമാണമാണ്. കർത്താവിന്റെ കാൽവറി യാഗത്തിലൂടെ ഇവരോട് പറഞ്ഞു വന്നിരുന്ന ഒരു നിഴലായി പറഞ്ഞു വന്നിരുന്ന ഒരു യാഗവും ഒരു പ്രായശ്ചിത്ത ബലിയും ഒക്കെ ഉണ്ട്. അത് ആക്ച്വലി നിറവേറിയിരിക്കുക. ആ നിറവേറിയ ആ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം ഇവിടെ സ്ഥാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യെശയ്യാ പ്രവാചകനും ദാവീദും ഒക്കെ വർണ്ണിച്ചിരിക്കുന്ന അനേക ഭാഗങ്ങളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. ഇവിടെ എല്ലാം നമ്മുടെ എന്ന് പറയുന്ന യഹൂദ ജനത്തെയാണ് പറയുന്നത്. യഹൂദ ജനത്തിന്റെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് അവരോട് പറയുക നമ്മുടെ അതിക്രമം നിമിത്തം, അല്ലാതെ ഉലകത്തിന്റെ മുഴുവനും എന്നല്ല അവിടെ യെശയ്യാ പ്രവചനത്തിൽ ഉദ്ദേശിക്കുന്നതും പ്രവാചകൻ പറയുന്നതും. ഇവിടെ നമ്മുടെ അകൃത്യങ്ങൾ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്നൊക്കെ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന കാര്യം ഇവിടെ നിവൃത്തിയായിരിക്കുക. ഇതാ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുക. ലോകത്തിന്റെ പാപത്തെ ചുമന്ന് ആ കുഞ്ഞാട് അറുത്ത് ഒഴിക്കപ്പെട്ടിരിക്കുക. ഇങ്ങനൊരു കുഞ്ഞാട് അറുക്കപ്പെടുക എന്ന വാഗ്ദത്തം ഇവിടെ നിവൃത്തിയായിരിക്കുക. യഹൂദന്റെ വാഗ്ദത്ത പദ്ധതിയുടെ അടിസ്ഥാനമാണ് ഈ കുഞ്ഞാട് അറുക്കപ്പെടുക എന്നുള്ളത്. അതിന്റെ ബേസിസിലാണ് അവരോട് ആട്ടുകൊറ്റനെയും കാളക്കൊറ്റക്കിടാവിനെയും ഒക്കെ അറക്കാൻ പറഞ്ഞിരുന്നത്. കാര്യം ആക്ച്വലി ഇത് നടക്കുന്നതിന് നിഴലായിട്ട് കൊടുത്തിരുന്നതാ. അത് നടക്കുമ്പോൾ ആക്ച്വൽ സംഗതി വരുമ്പോൾ അവർക്ക് ആ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാനും കഴിയും. ഈ രക്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ നിയമം സ്ഥാപിച്ചു.
ഇതാണ് കർത്താവ് പെസഹ പെരുന്നാളിൽ പറയുന്നത്, ഇത് എൻ്റെ രക്തത്തിൻ പുതിയ നിയമം, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. പക്ഷെങ്കിൽ കർത്താവിനെ വിശ്വസിച്ച് അംഗീകരിച്ചത് വളരെ ചുരുക്കം യഹൂദന്മാർ മാത്രമാണ്. ഇതെല്ലാം കർത്താവ് അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും യഹൂദൻ ആസ് എ ഹോൾ, അതായത് അന്നത്തെ യഹൂദ ജനം മുഴുവനും അത് വിശ്വസിച്ചില്ല. ഒരു ചെറിയ കൂട്ടം, ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം. ഇവിടെ യഹൂദൻ രണ്ട് ഗ്രൂപ്പായിട്ട് പിരിയുകയാണ്. ഒന്ന് ഒരു വലിയ ഗ്രൂപ്പ്, അതിനെയാണ് ട്രഡീഷണൽ ജ്യൂ എന്ന് പറയുന്നത്. മറ്റത് ഒരു ചെറിയ ഗ്രൂപ്പ്, ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. യഹൂദന്റെ ഇടയിൽ ഒരു പിരിവ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഛിദ്രിക്കുവാൻ, കർത്താവിന്റെ വരവോടുകൂടി ഛിദ്രം ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇടയിൽ ആ ഛിദ്രം ഉണ്ടായിരിക്കുകയാണ്. ലിറ്റിൽ ഫ്ലോക്സ്, ഒരു ചെറിയ ഗ്രൂപ്പ്, മശിഹായെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അവർ വാഗ്ദത്ത മശിഹായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക. ഇവിടെ ഒരു ട്രഡീഷണൽ ജ്യൂ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. മഹാപുരോഹിതനും പൗരോഹിത്യ വൃന്ദവും സദൂക്യരും പരീശന്മാരും മറ്റ് ശാസ്ത്രിമാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ്. പെർസെൻറ്റേജ് വയസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ 95% ആ ഗ്രൂപ്പിലാണ്. ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത് ഒരു 5% അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. അതാണ് ഒരു ചെറിയ കൂട്ടം, വാഗ്ദത്ത മശിഹ വാഗ്ദത്ത ജനമായിട്ട് ദൈവം അംഗീകരിച്ചതും ദൈവം വിളിച്ചു വേർതിരിച്ചതുമായ ജനം. അവരാണ് മശിഹായെ തിരിച്ചറിഞ്ഞത്. ഈ ചെറിയ ഗ്രൂപ്പിലാണ് ദൈവം പ്രസാദിച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഒരു വാക്യം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാൻ കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. ലൂക്കോസ് 12:32. ഞാൻ ആ വാക്യം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് കണ്ടോ, ചെറിയ കൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക്, ഫോർ ഇറ്റ് ഈസ് യുവർ ഫാദേഴ്സ് ഗുഡ് പ്ലഷർ ടു ഗിവ് യു ദ കിങ്ഡം. ഈ കിങ്ഡത്തെ കുറിച്ചാണ് കർത്താവ് പ്രസംഗിക്കുന്നത് മുഴുവനും. ഈ കിങ്ഡം ഈ ചെറിയ ഗ്രൂപ്പിന് കൊടുക്കുവാൻ പിതാവായ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ പല വാക്യങ്ങളുടെ ഒരു പ്രധാന വാക്യമാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ കൂട്ടം യഹൂദന, ട്രഡീഷണൽ ജ്യൂ, 95% ഉള്ള യഹൂദന് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ആ 95% യഹൂദനും ദൈവജനമാണ്. പക്ഷെ അവർ ദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം ഇതിനു മുൻപും ഇവരെ അടിക്കുകയും ഇവരെ ഓടിക്കുകയും ഇവരെ പ്രവാസത്തിലേക്കും, ഇവരെ പല സ്ഥലങ്ങളിൽ ബാബിലോൺ പ്രവാസത്തിലേക്കും അസീറിയൻ പ്രവാസത്തിലേക്കും ഒക്കെ ഓടിച്ചു വിട്ടതുപോലെ, ഇവരെ ദൈവം ശിക്ഷിച്ചതുപോലെ ഇവിടെയും ഇവർ ശിക്ഷാർഹരായിരിക്കുകയാണ്. 95% കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ 5% ലിറ്റിൽ ഫ്ലോക്സ് മാത്രമാണ് കർത്താവിനെ തിരിച്ചറിഞ്ഞത്. എന്നാൽ കർത്താവ് ആ 5%, ആ ലിറ്റിൽ ഫ്ലോക്സ്, ആ ചെറിയ കൂട്ടത്തിൽ കൂടി ഇവരെ രക്ഷിക്കുന്ന പദ്ധതിയാണ് അവരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. കർത്താവ് അവരോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഈ 12 മേൽ പരിശുദ്ധ ആത്മാവിനെ പകർന്ന് അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വാക്യം വായിച്ച് നിങ്ങളോട് ആ എക്സാമ്പിൾ പറഞ്ഞത്. അതായത് 1 വർഷം കൂടി അനുവദിക്കുക, ആ അത്തി മരത്തിൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം, അതിന്റെ ചുവട് കിളച്ച് വെള്ളവും വളവും ഒഴിച്ച് അതിൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ അത്തി മരത്തെ വെട്ടിക്കളയാം എന്ന് പറയുന്ന ഒരു ഉപമ. ഏകദേശം 1 വർഷം 12 മേൽ പരിശുദ്ധ ആത്മാവിനെ പകർന്ന് ഉലകമെമ്പാടും പോയി സകല യഹൂദനോടും ഈ സദ്വർത്തമാനവും ഈ സുവിശേഷവും അറിയിക്കുക. അവരുടെ ഇടയിൽ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും നടക്കുക. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ പത്രോസിൽ കൂടെയും 12 കൂടെയും നടക്കുകയാണ്. പക്ഷെങ്കിൽ ഇതൊക്കെയാണെങ്കിലും അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ചരട് പിടിക്കുന്നത് സാത്താനാണ്. അവരോട് കർത്താവ് പറഞ്ഞ വാക്യമാ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, 23-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകൾ 37 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 23-ന്റെ-37 മുതലുള്ള വാക്യങ്ങൾ. യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഇത് അവരെ ഉദ്ദേശിച്ച് പറയുന്നതാ, അവരോട് പറയുന്നതാ. അടുത്ത വാക്യം കാണിക്കാം. അടുത്ത വാക്യത്തിൽ കർത്താവ് വായ്മൊഴിയായിട്ട് പറയുക, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അവരോട് മുന്നറിയിപ്പ് കൊടുക്കുക. അടുത്ത വാക്യം, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ഞാൻ പല ആവർത്തി ഈ ഭാഗത്തിന്റെയൊക്കെ പ്രസക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യെരുശലേമിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിപ്പോവുക. ഇത് പറഞ്ഞിട്ട് കർത്താവ് ആ പരിശുദ്ധ സ്ഥലത്ത് നിന്നും പ്രാകാരത്തിൽ കൂടി കിഴക്കേ വാതിൽ കൂടി ആ കിഴക്കേ ഗേറ്റ് തുറന്ന് ഈസ്റ്റ് ഗേറ്റ് തുറന്ന് ഇതുവഴി ഒലിവ് മലയിലേക്ക് പോവുകയും ഒലിവ് മലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുക. യെരുശലേമിൽ നിന്ന് ദൈവിക തേജസ് ഇറങ്ങിപ്പോവുക. ഇനിയും ആ കിഴക്കേ വാതിൽ കൂടെ തന്നെ അത് തിരിച്ച് യെരുശലേം ദേവാലയത്തിലേക്ക് വരും കർത്താവിന്റെ മടങ്ങി വരവ് സമയത്ത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ വിട്ട് യെരുശലേം വിട്ട ദൈവിക തേജസ് ഇറങ്ങിപ്പോയിരിക്കുക. ഈ വലിയ കൂട്ടം യഹൂദൻ 95% അവര് ഒരു വർഷം അവരുടെ ഇടയിൽ ചെറിയ കൂട്ടം ശുശ്രൂഷിച്ചിട്ടും അവരെ കൊന്നുകളയുകയും അവരെ പീഡിപ്പിക്കുകയും അവരെ കഴുത്ത് വെട്ടി കൊന്നുകളയുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തതല്ലാതെ അവർ രക്ഷിക്കപ്പെട്ടില്ല. ചുരുക്കം പേര് മാത്രം യെരുശലേമിനും ഇസ്രായേലിനും ഒക്കെ വെളിയിൽ അന്ത്യോക്യയിലും കുപ്രോസിലും ഗലീലയിലും മറ്റു ശമരിയയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്പമായിട്ട് ഉണർവുകൾ ഉണ്ടായെങ്കിലും യഹൂദൻ ആസ് എ ഹോൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. ഈ പറയുന്ന വലിയ കൂട്ടം ഇന്ന് കാണുന്ന ബെഞ്ചമിൻ നെതന്യാഹു അടങ്ങുന്ന ഈ വലിയ കൂട്ടം ഇന്നും കർത്താവിനെ അംഗീകരിച്ചിട്ടില്ല. അവര് ദൈവിക പദ്ധതി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇന്ന് അവരുടെ രക്ഷാപദ്ധതി അറിഞ്ഞു കഴിഞ്ഞാൽ വാസ്തവമായിട്ട് എന്താണ് യഹൂദന്റെ രക്ഷാപദ്ധതി? കർത്താവിനെ വിശ്വാസമില്ല, യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ല. അവരുടെ രക്ഷാപദ്ധതി എന്താണെന്നുള്ള അല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നും. ഈ പറയുന്ന വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ആ രീതിയിൽ യഹൂദൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ഡീപ്പായിട്ട് കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഉലകത്തിൽ യഹൂദന്റെ എണ്ണം എന്ന് പറയുന്നത് 1,60,00,000. അത് യെരുശലേമിലും ഇസ്രായേലിലും മാത്രമല്ല, ഉലകം മുഴുവൻ അങ്ങ് കാനഡ മുതൽ ഇങ്ങ് എന്താ പറയുന്നത് ഓസ്ട്രേലിയ വരെ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരുടെ കൂട്ടമാണ് 1,60,00,000 പേരാ. അതിൽ ക്രിസ്ത്യാനി ആയിട്ടുള്ളത് 5 ലക്ഷം പേരാ. അതായത് 3%. ക്രിസ്ത്യാനി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മെസ്സിയാനിക് ജ്യൂ, യേശു ക്രിസ്തുവിനെ മശിഹായിട്ട് അംഗീകരിച്ചിരിക്കുന്ന യഹൂദൻ 3% ആണ്. ഉലകം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ 97% ആ ട്രഡീഷണൽ ജുഡായിസം, ആ ട്രഡീഷണൽ കൺസർവേറ്റീവ് ജുഡായിസം, അതിൽ നിൽക്കുന്നവരാ ഓർത്തഡോക്സ് ജുഡായിസം എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് അവരുടെ ഉപദേശത്തിലാണ് അവർ നിൽക്കുന്നത്. അവരെന്ത് ഉപദേശത്തിലാണ് നിൽക്കുന്നത്? ഏത് ഉപദേശമാണ് കർത്താവ് പറഞ്ഞത്? ഞാൻ പ്രസിദ്ധിച്ചിരിക്കുന്നു, ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത്, ദൈവരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചെറിയ കൂട്ടത്തിന്റെ ഉപദേശമോ അതിന്റെ മശിഹായോ അല്ല ഇവർ ഈ 97% ഫോളോ ചെയ്യുന്നത്. ദൈവത്തിൽ നിന്നും കൈവിടപ്പെട്ടു പോയവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. യഹൂദൻ, അബ്രഹാമിൽ നിന്ന് ജനിച്ചവരെല്ലാം യഹൂദരെന്ന് വരത്തില്ല. ദൈവം കൈവിടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ജനമാ. ഇവിടെയാണ് ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ആ ചെറിയ കൂട്ടത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച ജനമാണ്. അവരുടെ ഇടയിലാണ് പെന്തക്കോസ്റ്റ് ഡേയിലെ പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നത്. ആ ചെറിയ കൂട്ടത്തോടാണ് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്, അല്ലാതെ മഹാപുരോഹിതനോടും ശാസ്ത്രിമാരോടുമല്ല. ദൈവം അവരെ ഈ സത്യം പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് ഈ ചെറിയ കൂട്ടത്തെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ അവർ ദിനംതോറും ഡേ ബൈ ഡേ വഷളായി തീരുകയും അവസാനം പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് ദൈവം അവരെ പൂർണ്ണമായിട്ട് വിട്ടുകളയുന്നത്. ഇവിടെ യഹൂദൻ ആസ് എ ഹോൾ, ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് ദൈവത്തെ അംഗീകരിച്ചില്ല, ദൈവത്തെ അനുസരിച്ചില്ല, ദൈവിക പദ്ധതി മനസ്സിലായില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിക്കളഞ്ഞു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ വാക്കുകളാണ്: കാളതന്റെ ഉടയവനെയും കഴുതന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമനെ അറിയുന്നില്ല. അങ്ങനെ അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. ഇവിടെ ദൈവം പുതിയൊരു ഗ്രൂപ്പിനെ അവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുക. അതാണ് ചെറിയ കൂട്ടം എന്ന് പറയുന്നത്. ഈ ചെറിയ കൂട്ടത്തിനാണ് ദൈവം ഈ പുതിയ നിയമം കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവരാരും ഈ പുതിയ നിയമം അംഗീകരിച്ചിട്ടില്ല. അവരുടെ ഇടയിലാണ് വീണ്ടും ജനനവും വാട്ടർ ബാപ്റ്റിസവും കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയൊക്കെ ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതെല്ലാം പറയുന്നത് ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടത്തോടാ. അവരോടാ പറയുന്ന, ഉലകമെമ്പാടും പോയി നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ.
എല്ലാ ജാതീയ ദേശത്തും പോയി അവരോട് ഈ സുവിശേഷം അറിയിക്കാൻ പറയുക. മഹാനിയോഗം, ഗ്രേറ്റ് കമ്മീഷൻ അവർക്കാ കൊടുക്കുന്നത്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് അവരോട് അരുളി ചെയ്യുന്നേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകർന്നിരിക്കുക. അതുകൊണ്ട് അവരോട് പറഞ്ഞ്, നിങ്ങൾ വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ പാർപ്പീൻ, ശക്തി ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവേൻ. നിങ്ങൾ ഇവിടുന്ന് ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി വീഴുന്ന രീതിയിൽ ശക്തി ലഭിക്കാൻ പോവുക. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ ലഭിക്കുന്ന വരം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക. ഇതെല്ലാം അവരോടായി പറയുന്നേ. അവർക്ക് ആ ലിറ്റിൽ ഫ്ലോക്സ്, ആ ചെറിയ കൂട്ടം, നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യം ഇരിക്കണം. ഇതിനെ ഒന്ന് ശരിക്കും ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കണം. ഒരു 95% ഒരു ട്രഡീഷണൽ ജൂ ഉണ്ട്. അവരോട് ഒരു ഇടപെടലുമില്ല. അവർക്ക് ആരാധനയും അവരുടെ യാഗവും അവിടെ വെടികെട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം അതിൽ പ്രസാദിച്ചിട്ടില്ല. ചെറിയ കൂട്ടമേ, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുക. ഇവിടെ ദൈവം ആ ചെറിയ കൂട്ടത്തെ പ്രൊട്ടക്ട് ചെയ്തു. വെളിപ്പാട് പുസ്തകം കൂടി അപ്പോസ്തലനായ യോഹന്നാനെ കൊണ്ട് എഴുതിച്ചതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക. യഹൂദൻ ഓടിപ്പോകുവാനായിട്ടിടയായി. AD 70 യെരൂശലേം തീ വയ്ക്കപ്പെടുകയും അങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർത്ത് കളയും. അവർ ഉലകം മുഴുവൻ ഓടിപ്പോവുകയും ചെയ്തു. ആ അത്തിമരത്തെ ദൈവം വെട്ടിക്കളയുവാനായിട്ടിടയായി. അത്തി എന്ന് പറയുന്നത് യഹൂദന. അത്തി തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവേൻ എന്ന് പറയുന്ന പോലെ അതിനെ തള്ളിക്കളയുവാൻ, ഫോൾ ഓഫ് ഇസ്രായേൽ, യഹൂദന്റെ വീഴ്ച എന്ന് പറയുന്ന കാര്യം അവിടെ നടക്കുക. ഇവിടെ ദൈവം അവരെ വെട്ടിക്കളഞ്ഞിരിക്കുക. യഹൂദനെ നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കും. നിങ്ങൾ നിൽക്കുന്ന, നിങ്ങൾ ജീവനോടിരിക്കുന്ന നിങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ മടങ്ങി വരും. നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ചു തീരുന്നതിന് മുൻപായിട്ട് ഞാൻ മടങ്ങിയെത്തുമെന്ന് പറഞ്ഞു പോയ കർത്താവ് നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെപ്പീൻ. അവരെല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് അവർക്ക് മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് 7 പേരെ കൽപ്പിച്ചാക്കി. ആഹാരവും റേഷനും കിറ്റും ഒക്കെ അവിടെ തന്നെ കൊടുക്കുക. ഏത് ദിവസവും ഏത് മണിക്കൂറിലും കർത്താവ് വരുന്ന രീതിയിൽ അവർ കാതോർത്ത് കാത്തിരിക്കുക. ആ കർത്താവ് കഴിഞ്ഞ 2000 വർഷമായിട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി ദൈവം കൈവിട്ടു. യഹൂദനെ ദൈവം കൈവിട്ടു. കാര്യം ദൈവത്തിന് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ ലോകത്തിലും വരുവാനുള്ളതിലും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് ദൂഷണം ചെയ്ത് അവര് ഇസ്രായേൽ ആസ് എ ഹോൾ കൈവിടപ്പെട്ടു പോകുവാനായിട്ടിടയായി. എൻഡ് ടു എൻഡ്, നിത്യത മുതൽ നിത്യത വരെ കാര്യങ്ങൾ അറിയാവുന്ന ദൈവം പാരലായിട്ട് ഒരു ദൈവിക പദ്ധതി, അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിക്കുവാനായി സ്വർഗത്തിൽ നിന്നും ഒരു മനുഷ്യനെ ഉലകത്തിൽ ദൈവം വിളിക്കുക. അന്ന് പാപികളിൽ ഒന്നാമനായിരുന്ന പൗലോസ് എന്ന ശൗലിനെ വിളിച്ചുകൊണ്ട് അന്ന് വരെ സ്വർഗത്തിൽ ദൈവം മാത്രം അറിഞ്ഞിരുന്ന ദൈവിക പദ്ധതി ഉലകത്തിന് വെളിപ്പെടുത്തുക. പോളിലൂടെ കൈമാറി വരുന്ന ഒരു ദൈവിക പദ്ധതിയുടെ കവാടം ഇവിടെ തുറക്കപ്പെടുക. ഇതിനെയാണ് കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഏജ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ ആരംഭിക്കുക. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ദൈവസഭ രൂപം കൊള്ളുക. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവം പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ സഭ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടാനുള്ള ആ സ്വർഗീയ വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ്, ഇതാണ് ക്രിസ്ത്യാനിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. ഇത് രൂപം കൊള്ളുക. ഇത് രൂപം കൊള്ളുമ്പോഴാണ് സാത്താന് മനസ്സിലാകുന്നത് എന്താണ് ആ കാൽവറിയിൽ നടന്നത്, എന്താണ് സാത്താന് പറ്റിപ്പോയിരിക്കുന്ന അമളി എന്നുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ പരാജയം എന്നുള്ളത് അവന് മനസ്സിലാകുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം കൂടുതൽ ഓപ്പൺ ആക്കി തരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, അങ്ങനെ ഇപ്പോൾ കണ്ടോ, അങ്ങനെ ഇപ്പോൾ, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും, ഇതാണ് സാത്താന്യ സേനകള, സ്വർഗത്തിലെ വാഴ്ചകളും അധികാരങ്ങളും എന്നൊക്കെ പറയുന്ന സ്വർഗീയ സേനകൾ. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും, അവന് സ്വർഗത്തിൽ ഒരിടമുണ്ട്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം
എന്തായിരുന്നു ദൈവിക വിസ്ഡം അല്ലെങ്കിൽ ദൈവിക പദ്ധതി എന്നുള്ളത് ഇപ്പോൾ അറിയായി വരിക. അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. അനാദിയിലെ ദൈവം നിർണയിച്ചിരുന്ന ഒരു നിർണയമുണ്ട്. അത് കാൽവറിയിലൂടെ കർത്താവായ യേശു ക്രിസ്തു പ്രായശ്ചിത്ത ബലിയായി മാറുന്നതാണ്. ആ പരിശുദ്ധ രക്തത്തിൽ കൂടി പാപത്തിന് പരിഹാരം വരുന്ന കാര്യമാണ്. അത് നിറവേറുക. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ആ പദ്ധതി എന്തായിരുന്നുവെന്ന്, ദൈവത്തിന്റെ ആ ബഹുവിധമായ ജ്ഞാനം എന്തായിരുന്നുവെന്ന് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു പുതിയ സഭ ആരംഭിക്കുക, സഭ മുഖാന്തരം അറിയായി വരുന്നു. ഇതൊരു പുതിയ ദൈവിക പദ്ധതിയാണ്. ഇത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ 9ാമത്തെ വാക്യം കണ്ടോ. 9ാമത്തെ വാക്യത്തിൽ പറയുക, 8ന്റെ ആ സെക്കൻഡ് പോർഷൻ മുതൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ചും, 8ന്റെ ആ ലാസ്റ്റ് ലൈൻ, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ചും പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഈ മർമ്മമാ. ഇത് ഒരിടത്തും ഒരുത്തരും പ്രസ്താവിച്ചിട്ടില്ല. ദൈവത്തിന് മാത്രം അറിയാമെന്നായിരുന്നതും മറഞ്ഞു കിടന്നതുമായ ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാൻ, യഹൂദന് മാത്രമല്ല ഉലകത്തിലുള്ള സകലർക്കും പ്രകാശിപ്പാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ഇതിന്റെ ആ 3-4 കൂടെ 2-3 കൂടെ കാണാം. നിങ്ങൾക്കായിട്ട് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ, പോളിന് ലഭിച്ചിരിക്കുന്ന വ്യവസ്ഥയാ ദൈവകൃപയുടെ വ്യവസ്ഥ. ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ഇതാണ് കൃപായുഗം എന്ന് പറയുന്നത്. പക്ഷെ മലയാളത്തിലും മറ്റു ട്രാൻസ്ലേഷനിലും ഒക്കെ ഈ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതിനെ സമർത്ഥമായിട്ട് മറച്ചിരിക്കുക. ആ കൃപായുഗം, ആ ഒരു കാലഘട്ടം ആരംഭിക്കുക. ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ, ഒരു കാലഘട്ടത്തെയാ ഡിസ്പെൻസേഷൻ എന്ന് പറയുന്നത്. ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപയുടെ കാലം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. വിച്ച് ഈസ് ഓക്കെ, നമുക്ക് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഗിവൺ മീ ടു യുവേർഡ്, നിങ്ങൾക്കായിട്ട് എന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഉലകത്തിലുള്ള നമ്പർ 1 പാപിയ അദ്ദേഹത്തെ വിളിച്ച് ഇത് ഏൽപ്പിച്ചിരിക്കുക. 3ാമത്തെ വാക്യത്തിൽ പറയാ, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. എന്താ പൗലോസ് അപ്പോസ്തലനെ താങ്കൾക്ക് വെളിപ്പാടിന്റെ ആവശ്യം? ഇവിടെ കർത്താവ് ലോകത്തിൽ വന്ന് 3.5 വർഷം പറഞ്ഞിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുണ്ടല്ലോ, അവരെ 3 വർഷം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവരോട് ചോദിച്ചാ പോരെ? എന്റെ പ്രിയ സ്നേഹിത, അവർക്കിത് അറിയത്തില്ല. കാര്യം കർത്താവ് ഇത് പഠിപ്പിച്ചിട്ടില്ല. വെളിപ്പാടിനാൽ, how that by revelation he made known unto me. വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11ാമത്തെ വാക്യം കൂടെ കാണിക്കാം. അവിടെ പറയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്നെ ഒരു മനുഷ്യനും ഇത് പഠിപ്പിച്ചിട്ടില്ല. അടുത്ത വാക്യം, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. ഒരുത്തരുടെയും പ്രാക്ടീസ് കണ്ടു പഠിച്ചതല്ല ഞാൻ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. കർത്താവ് എനിക്ക് തന്ന വെളിപ്പാടാണ്. ബൈ റെവലേഷൻ ഐ ഹാവ് റിസീവ്ഡ് ഇറ്റ്. എനിക്ക് മനസ്സിലായതാണ് ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷം ലോകത്തെ അറിയിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായം 7-8 വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായിട്ട്, എൻ്റെ നിങ്ങളുടെ തേജസ്സിനായിട്ട്, നമ്മൾ തേജസ്സിന്റെ കിരീടം അണിഞ്ഞ് ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ പോവുകയാണ്. നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. തേജസ്സിനായിട്ട് മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ, കണ്ടോ, ഇത് ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ മറഞ്ഞിരുന്നതുമായ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട്, ഇതാണ് മിസ്റ്ററി എന്ന് പറയുന്നത്, ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു.
ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് മാറാം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ട് എന്തുവായി എഴുതിയിരിക്കുന്നതെന്ന്? ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഈവൻ ദ മിസ്റ്ററി വിച്ച് ഹാത്ത് ബീൻ ഹീഡ് ഫ്രം ഏജസ് ആൻഡ് ഫ്രം ജനറേഷൻസ്, ബട്ട് നൗ ഈസ് മെയ്ഡ് മാനിഫെസ്റ്റ് ടു ഹിസ് സെയിന്റ്സ്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പോളിനെ വിളിച്ച് പാരലായിട്ട് കർത്താവ് ഈ കൃപായുഗം ആരംഭിക്കുക. ലിറ്റിൽ ഫ്ലോക്സിനെ ദൈവം കൈവിടേണ്ട സാഹചര്യം വന്നത് ഇസ്രായേൽ ആസ് എ ഹോൾ, യഹൂദൻ ആസ് എ ഹോൾ ഒരു രാഷ്ട്രമായിട്ട് ദൈവത്തിനെതിരെ തിരിഞ്ഞതുകൊണ്ടാണ്. അവരുടെ രക്ഷ ഒരാളായിട്ടല്ല, അതൊരു രാഷ്ട്രമായിട്ട് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന. യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറിയൻ കീഴിൽ പാർപ്പിക്കുന്നത് പോലെ, മനസ്സിലായോ? ഒരു രാഷ്ട്രമായിട്ടാണ് അവരുടെ രക്ഷ, അവരുടെ പാപമോചനം ഒരു രാഷ്ട്രമായിട്ടാണ്. കർത്താവിന്റെ മടങ്ങിവരവിൽ അവരുടെ മഹാപാപ പരിഹാരം ഉണ്ടാകുകയാണ്. അവരെ ദൈവം കൈവിടുകയാണ്. അവരെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ എൻഡ് കാര്യങ്ങൾ അറിയാമായിരുന്ന ദൈവം സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി ഭൂമിയിലേക്ക് ഇറക്കുകയാണ്, അതിനെ റിവീൽഡ് ചെയ്യുക. ഇതിനെയാണ് കൃപായുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്. ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിന്റെ ഉപദേശം കർത്താവ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചിട്ട് ആ കാൽവറിയിലൂടെ തുറക്കപ്പെട്ട ആ രക്ഷാ പദ്ധതി എന്താണെന്ന്, സാത്താന് വരെ മനസ്സിലായ സംഗതി എന്താണെന്ന് പൗലോസ് അപ്പോസ്തലന് റിവീൽഡ് ആക്കി അതിനെ ഓരോന്നോരോന്നായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. അതാണ് ഈ 13 ലേഖനത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലനോട് എഴുതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 13 ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിറച്ച് നിങ്ങൾക്ക് ബ്ലഡും ക്രൂശും മരണവും കാണുവാൻ കഴിയുന്നത്. ആ മരണത്തിൽ കൂടി നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഈ പദ്ധതി ദൈവം ഇവിടെ നിറവേറ്റുമ്പോൾ 2 പദ്ധതികളില്ല. ഒരേ സമയത്ത് 2 ദൈവിക പദ്ധതികൾ ഓപ്പൺ ആകത്തില്ല. ദൈവം ഇവിടെ ഒരു ട്രാൻസിഷൻ പീരീഡ് നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. കാര്യം ഈ കിങ്ഡം ഗോസ്പലിൽ നിന്നും സ്വർഗീയ പദ്ധതിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ വാലിഡ് ആയിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഈ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം തുറന്നിരിക്കുന്ന കൃപാ കാലഘട്ടത്തിന്റെ ഉപദേശമാണ്. ദൈവം കിങ്ഡം ഗോസ്പൽ കൈവിട്ടു, ആ കിങ്ഡത്തിന്റെ ഉപദേശം അവിടെ കൈവിടുക, അവരുടെ പദ്ധതി ദൈവം ഹോൾഡ് ചെയ്യുക. ദൈവം യഹൂദനെ കൈവിടുക. 12 ശിഷ്യന്മാരും യെരുശലേമിൽ നിന്ന് ഓടിപ്പോവുക. അവർ പോയി ഏറെ കൂടുതൽ പേര് താമസിച്ചത് ടർക്കിയിലാണ്. അന്നത്തെ മൈനർ ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്ന ടർക്കിയിലാണ് അവർ കൂടുതലും താമസിച്ചത്. പത്രോസും യാക്കോബും ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ താമസിക്കുന്നത് അവിടെയാണ്. അവരുടെ ശുശ്രൂഷ നടക്കുന്നത് അവിടെയാണ്. യോഹന്നാൻ അവിടുത്തെ എഫെസോസിലെ പത്മോസിലാണ് സെറ്റിൽ ആവുന്നത്. അവിടെ നിന്നാണ് തന്നെ പത്മോസ് എന്ന ദ്വീപിലേക്ക് എഫെസോസിൽ നിന്ന് എക്സൈൽ നാട് കടത്തുന്നത്. അതുപോലെ തന്നെ പത്രോസൊക്കെ ശുശ്രൂഷിക്കുന്നതും അവിടെയാണ്. ഗലാത്യയിലും ബിദുന്യയിലും കപ്പദോക്കിയയിലും, ഇതെല്ലാം ആ ദേശത്തെ പ്രദേശങ്ങളാണ്. ആ ഓടിപ്പോയിടത്തൊക്കെ അവർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന യഹൂദന്മാരിൽ നിന്നാണ്. എന്ത് കാര്യം കൊണ്ട് അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു കൊന്നുകളഞ്ഞോ അതേ കാര്യം കൊണ്ട് തന്നെ അവർ യഹൂദന്മാരെയും 12 പേരെയും ഉപദ്രവിച്ചിരുന്നത്. അവിടെ എല്ലാം യഹൂദന്മാർ ചിതറി പറക്കുന്ന സ്ഥലമാണ്. പൗലോസ് അപ്പോസ്തലൻ ജനിക്കുന്നതേ ആ രാജ്യത്തിലാണ്. നിങ്ങൾക്കറിയാം, ഗ്രീസിൽ കയറി കഴിഞ്ഞാൽ തെസലോനിക്കയിലും ഫിലിപ്പിയയിലും അഖായ പ്രദേശങ്ങൾ മുഴുവനും, കൊരിന്തിലും, ഈ ദേശങ്ങളിലെല്ലാം, അഥേനയിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ യഹൂദന്മാര് ചിതറി പാർക്കുന്ന സ്ഥലങ്ങളാണ്. റോമിലും എല്ലാം യഹൂദന്മാർ പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കിങ്ഡം ഗോസ്പൽ ആ കാലഘട്ടത്തിൽ ദൈവം ഹോൾഡ് ചെയ്തിരിക്കുക. അത് വാലിഡ് അല്ല, അത് ലെജിറ്റിമേറ്റ് ആയിരുന്നു. എന്നാൽ അതിനെ ദൈവം കൈവിടുകയും യഹൂദന്റെ പദ്ധതി ദൈവം കൈവിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ മുതൽ ആ കിങ്ഡം ഗോസ്പൽ പ്രചരിപ്പിച്ചത് കൊണ്ട് പിന്നെ അർത്ഥമില്ല. അതിനാണ് ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് കാൽവറി ക്രൂശിൽ കൂടെ തുറന്ന രക്ഷാ പദ്ധതി എന്താണെന്നും കൃപായുഗവും ക്രൂശിന്റെ സുവിശേഷം എന്താണെന്ന് ലോകത്തെ അറിയിച്ചത്. ആ കാലഘട്ടത്തിൽ കിങ്ഡം ഗോസ്പൽ നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ നറുക്കെടുപ്പ് കഴിഞ്ഞുപോയ ടിക്കറ്റ് വിൽക്കുന്നത് പോലെ ഇരിക്കും. ഇത് വാലിഡ് ആയിരുന്നു, പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിലോ ഈ കാലഘട്ടത്തിലോ അതിന്ന് വാലിഡ് അല്ല. എന്നാൽ സാത്താൻ അത് പിക്കപ്പ് ചെയ്തു. അത് വാലിഡ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ ലോകത്തിൽ മുഴുവനും പ്രചരിപ്പിക്കാൻ തുടങ്ങി.
പൗലോസ് അപ്പോസ്തലനെ പരിശുദ്ധ ആത്മാവിനാൽ വിളിച്ച് വേർതിരിച്ച് വേലയ്ക്കായി വേർതിരിച്ച് ഈ വേല തന്നെ ഏൽപ്പിക്കുമ്പോൾ പാരലായിട്ട് റോമൻ അധീനതയിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ കിങ്ഡം ഗോസ്പൽ പ്രചരിപ്പിക്കുവാൻ വളരെ ശക്തമായിട്ട് സാത്താൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഇതാണ് പോളിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ തിരിഞ്ഞിട്ടുള്ളത്. ഈ മാർഗക്കാർ, ഈ ഗ്രൂപ്പുകാരാണ് ഏറ്റവും കൂടുതൽ പൗലോസ് അപ്പോസ്തലനോടുള്ള ആ സുവിശേഷത്തിനെതിരെ തിരിഞ്ഞത്. ഇതിനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിൽ തനിക്കെതിരായിട്ട് ഇവർ തിരിഞ്ഞപ്പോഴാണ് ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ഈ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്ന് ചോദിക്കുന്നത് ഇവരുടെ ഉപദേശത്തോടാണ്. ഇതിനെയാണ് പോള് കൊരിന്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നതും. പത്രോസിന്റെ പക്ഷക്കാര്, കേഫാവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് പക്ഷം തിരിഞ്ഞത് ഈ ഗ്രൂപ്പുകാരാണ്. അവരാണ് പത്രോസിന്റെ പക്ഷക്കാര്, അവരാണ് യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്, അവരാണ് അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറഞ്ഞ് പക്ഷം തിരിഞ്ഞവര്. ഇവർക്കെതിരായിട്ടാണ് പോൾ പറഞ്ഞത്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതുപോലെ തന്നെ ആ ആസിയ കേന്ദ്രമാക്കിയുള്ള ആ സ്ഥലത്ത് തന്നെ 7 എക്യൂമെനിക്കൽ കൗൺസിലുകൾ അവർ പാസ്സാക്കുകയും അങ്ങനെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി, ദൈവം കൈവിട്ടുപോയ കിങ്ഡം ഗോസ്പൽ, അതിനെ എടുത്തിട്ട് അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് അതിനെ സകല അധികാരത്തോടും കൂടി വാഴിക്കുവാനായിട്ടും ആ ഉപദേശം പ്രചരിപ്പിക്കുവാനുമായിട്ടും ഇടയായി. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ എഫെസോസിൽ നിന്നാ പറയുന്നത്. എഫെസോസിൽ 2 കൗൺസിൽ കൂടി, കോൺസ്റ്റാന്റിനോപ്പിളിൽ, ആ ദേശം തന്നെയാണ്, കോൺസ്റ്റാന്റിനോപ്പിളിൽ 3 കൗൺസിൽ കൂടി, നിക്കിയ നൈസിയയിൽ കൗൺസിൽ കൂടി പ്രമാണം ഉറപ്പിച്ചു. അതുപോലെ തന്നെ 7 ക്രിസ്ത്യൻ എക്യൂമെനിക്കൽ കൗൺസിലുകൾ ആ ദേശത്ത് മാത്രം കൂടുന്നത്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ അവരുടെ ഇടയിൽ കടന്നു. കൊരിന്തിൽ പോളിനെതിരെ തിരിഞ്ഞപ്പോൾ അവരോട് പോൾ പറയുകയാണ്, സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ അവര് വഷളായി, കർത്താവിന്റെ ഈ ഉപദേശത്തിൽ നിന്നും മാറി ലീഗലിസത്തിലേക്ക് പരിപൂർണമായിട്ട് മാറുവാനായിട്ടിടയായി. അവരോടാണ് പോൾ പറയുന്നത്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവുള്ളവനല്ല. ഇവരോടാണ് പോൾ പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നതെന്ന്. ഇതിന്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളുവാൻ ഹൃദയവിശാലതയുള്ളവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്നും ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുക. അതിന് മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു ദൈവിക പദ്ധതി എടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജനത്തിനെ ഈസി ആയിട്ട് തെറ്റിക്കാൻ പറ്റും, ജനത്തിനെ ഈസി ആയിട്ട് അതിൽ വിശ്വസിപ്പിക്കാൻ പറ്റും. കാര്യം യേശു ക്രിസ്തു ഉലകത്തിൽ അവതരിച്ചിരിക്കുക, കർത്താവ് പഠിപ്പിച്ച ഉപദേശം, 12 വരെ എടുത്ത് ട്രെയിൻ ചെയ്ത ഉപദേശം, പരിശുദ്ധ ആത്മാവിനെ പകർന്നിരിക്കുന്ന ഉപദേശം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദൈവം കൈവിട്ട് കളഞ്ഞ ഉപദേശം അതെടുത്ത് ഇവിടെ പ്രചരിപ്പിച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവുന്നവനാണ് സാത്താൻ. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് സാത്താൻ അതിനെ പ്രചരിപ്പിച്ചു. പോളിലൂടെ അറിയിച്ച ദൈവിക പദ്ധതിക്കെതിരായിട്ട് സാത്താൻ അരയും തലയും മുറുക്കി ഇറങ്ങി. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ കർത്താവിനെ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ സാത്താൻ ഈ സുവിശേഷം ശക്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനെതിരായിട്ടാണ് പോള് തന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ മുഴുവനും താൻ അധ്വാനിച്ചിട്ടുള്ളത്. 20-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നത് ഇതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 24-ാം അധ്യായത്തിൽ പറയുകയാണ്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, കൊന്നു കളയുവാൻ തക്കവണ്ണം സാത്താനെല്ലാം ചട്ടം കൂട്ടിയിരിക്കുക. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവകൃപയുടെ സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എന്നെ ദമസ്കോസിന്റെ പടിവാതിലുകളിൽ വെച്ച് വിളിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്, എന്നെ നിയമിച്ചാക്കിയിരിക്കുന്ന ആ സുവിശേഷത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയാ. അത് നിവർത്തിക്കണം എന്നേ എനിക്കുള്ളൂ. എൻ്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞ ആത്മാർത്ഥതയോട് പൗലോസ് അപ്പോസ്തലൻ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഒക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറയുവാനുള്ള ആത്മീക ധൈര്യത്തോട് ഈ സുവിശേഷം താൻ പ്രചരിപ്പിക്കുക. എന്നാൽ പോളിലൂടെ അറിയിച്ച ആ സുവിശേഷ പദ്ധതിക്കെതിരെ സാത്താൻ അരയും തലയും മുറുക്കി ഇറങ്ങി.
പൂർവാധികം ശക്തിയോട് അവൻ റോമൻ ആധിപത്യത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രചരിപ്പിക്കുവാനായിട്ട് ഇടയായി. AD 325 കാലഘട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നൈസിയൻ ക്രീഡ്, എക്യുമെനിക്കൽ കൗൺസിലുകൾ ഇതൊക്കെ സ്ഥാപിച്ച് ഈ പദ്ധതിയെ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടി ഏകദേശം AD 1500 വരെ കടന്നു പോകുവാനിടയായി. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിക്കുകയും റിഫോർമേഷൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ റിഫോർമേഷൻ ആരംഭിച്ചപ്പോൾ മുതൽ വറചട്ടിയിൽ നിന്ന് എടുത്ത് തീയിലിട്ടു എന്ന് പറഞ്ഞതുപോലെ അതിൽ കൂടി അവൻ ഡിവൈഡ് ചെയ്ത് 10,45,000 ഡിവിഷൻസ് ആയിട്ട് മാറ്റി അതിനെ കംപ്ലീറ്റ് ദൈവിക പദ്ധതിയിൽ നിന്നും മാറ്റിക്കളയുവാനായിട്ടിടയായി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. എന്നതുപോലെ തന്നെ സാത്താൻ അറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അത് കണ്ടുകൊണ്ട് അവൻ റിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ഒരു പോളിസിയിൽ കൂടി ഇന്ന് പിച്ച് ചീന്തി 45,000 ഉപദേശങ്ങളാക്കി മാറ്റി. ഇതാണ് ഇന്ന് നിങ്ങൾ കാണുന്ന പോപ്പും പാത്രിയർക്കീസും കർദിനാളും ബിഷപ്പുമാരും ചീഫ് പ്രീസ്റ്റും ഹൈ പ്രീസ്റ്റും സിംഹാസനവും ഭദ്രാസനവും ഒക്കെ അടങ്ങുന്ന ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ഇവിടെ എത്തി നിൽക്കുന്നു. ലീഗലിസത്തിന്റെ പരമ ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്നു. അച്ഛനും കപ്പ്യാരും ഇടവകയും കുന്തിരുക്കവും കുർബാനയും കുരിശും കൊന്തയും പെന്തക്കോസും ബ്രദറിനും അഡ്വാന്റിസ്റ്റും ബാപ്റ്റിസ്റ്റും ഒക്കെ ചേരുന്ന പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ്. ഇന്നത്തെ ക്രിസ്ത്യാനി, നിങ്ങൾ ചുറ്റും കാണുന്ന ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതാണ്. ഇവരെയാണ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ച അതിന്റെ ഭാഗമാണ് ഇവരെല്ലാവരും. അതിന്റെ വക്താക്കളാണ് ഈ കുരിശുമായിട്ട് പോകുന്ന ആൾക്കാരും ഈ തലയിൽ തൊപ്പി വെച്ച് നിൽക്കുന്ന തിരുമേനിമാരും ഈ പന്തലിൽ കൈയും പൊക്കി നിൽക്കുന്ന ആൾക്കാരും ഇവിടെ പന്തലിരുത്തി പാടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ആൾക്കാരും ഈ അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ബിഷപ്പുമാരും ഈ വെള്ളത്തിൽ മുക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും കംപ്ലീറ്റ് ഈ വിഷയത്തിൽ മുങ്ങി ആ കിങ്ഡം ഗോസ്പലിന്റെ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. ഈ കാലഘട്ടത്തിലെ സുവിശേഷം എന്താണെന്ന് അറിയാതെ പോയിരിക്കുക. ഇങ്ങനൊരു ക്രിസ്ത്യാനിറ്റിയാണ് നമ്മുടെ ചുറ്റും നമ്മൾ ഈ കാണുന്നത്. ഇവിടെ കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസമുണ്ട്. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചേർക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ വിഭാഗമുണ്ട്. അല്ല, മരിച്ച് നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം നിന്നു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചേർക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ഗ്രൂപ്പുണ്ട്. അത് ക്രൂശിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവജനമ. വാഗ്ദത്ത പ്രകാരം ലഭിച്ച ഒരു പദ്ധതി അല്ല. പിതാക്കന്മാരിൽ കൂടി കൈമാറി അഹരോനിൽ കൂടെ മോശയ്ക്ക് കിട്ടി, മോശയിൽ കൂടി പിന്നെ സക്കറിയ പുരോഹിതന് കിട്ടി, സക്കറിയാവിൽ കൂടി യേശു ക്രിസ്തുവിന് കൊടുത്തു, യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്തു, അങ്ങനെ 12 അപ്പോസ്തലന്മാര് സഭാ പിതാക്കന്മാർക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ കയ്യിൽ എത്തിയ ഒരു മാർഗം അല്ല ഇത്. ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി. അന്ന് പൗലോസ് അപ്പോസ്തലൻ കൂടി ദൈവം അത് ലോകത്തെ അറിയിച്ചിരിക്കുന്നതും കാൽവറി ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ സകല മാനവജാതിക്കും രക്ഷ കൽപ്പിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പൗലോസ് അപ്പോസ്തലനെ ഇവിടെ എന്തിനു വിളിച്ചു എന്ന് ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. ഇന്നത്തെ ക്രിസ്ത്യാനിക്ക് പോൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ സൗകര്യമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഏതൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം മറ്റുള്ളവർ പറയുന്നതുമായിട്ടൊന്നും ടാലി ആവുന്നില്ല. അദ്ദേഹം ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുറെ കൂടെ സൗകര്യമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്രിസ്ത്യാനികൾ പോളിനെ കാണുന്നത്. തന്നിലൂടെ വെളിപ്പെട്ട മറഞ്ഞിരുന്ന മർമ്മം, മിസ്റ്ററി, റെവലേഷൻ ഒരു 100 പേരെ എടുത്താൽ, ഒരു 10,000 പേരെ എടുത്താൽ ഒരാൾക്ക് പോലും അറിയത്തില്ല. എങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ പോകും? എങ്ങനെ നിങ്ങൾ സത്യസുവിശേഷത്തിലെത്തും? ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അത് എന്താണെന്നേ അറിയത്തില്ല. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ മണവാട്ടി സഭയാണ് എന്ന് പറഞ്ഞിരിക്കുക. എത്ര വലിയ തെറ്റിന്റെ കൂനയിലാ താങ്കൾ ആയിരിക്കുന്നതെന്ന് താങ്കൾ അറിയുന്നില്ല. മൂക്കിൽ നിന്ന് ശ്വാസം പോകുമ്പോൾ താങ്കൾ അറിയും, പക്ഷെ അന്ന് അറിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. റാപ്ചർ എന്താണ്, സ്വർഗീയ നിത്യവാസം എന്താണ് താങ്കൾ കേട്ടിട്ടുകൂടില്ല. കേട്ടാലും താങ്കൾ അതിനെ ആക്ഷേപിക്കത്തേ ഉള്ളൂ. കാര്യം താങ്കളുടെ കുറ്റമല്ല, താങ്കളെ അടിസ്ഥാനപരമായിട്ട് തെറ്റിച്ച് കളഞ്ഞിരിക്കുക. ഫൗണ്ടേഷൻ മുഴുവനും തെറ്റായിട്ട് ഇട്ടിരിക്കുക. അടിസ്ഥാന ഉപദേശങ്ങൾ മുഴുവനും തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുക. ഇതിന്റെ എല്ലാം സൂത്രധാരൻ സാത്താനാണ്. കാൽവറി ക്രൂശ് എന്താണെന്ന് അറിയരുത്. ക്രൂശിലൂടെ നടന്ന പ്രായശ്ചിത്ത ബലി എന്താണെന്ന് അറിയരുത്. അതിലൂടെയുള്ള രക്ഷ ജനം അറിയരുത്.
ഇന്നത്തെ രക്ഷാ സുവിശേഷം എന്താണെന്ന് ഒരു 10,000 ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ഒരുത്തര് പോലും കറക്റ്റായിട്ട് പറയത്തില്ല. ഐ ചലഞ്ച് യു. ആർക്കെങ്കിലും ആത്മീക ധൈര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു പോയിന്റെങ്കിലും, ഈ പറഞ്ഞു വരുന്ന റൂട്ട് ഇത് തെറ്റാണെന്നോ ഇത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനോടൊരു എതിരെ അഭിപ്രായം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ കാണിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങളെ ആത്മീകമായിട്ട് ആ വിഷയത്തിൽ ചലഞ്ച് ചെയ്യുക. ഇനിയുമെങ്കിലും ഏത് കാലത്ത് കർത്താവ് വരുമെന്ന് അറിയത്തില്ല, ഏത് കാലത്ത് ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടുമെന്ന് അറിയത്തില്ല. ഇന്ന് ഭൂമിക്ക് മേലുള്ളവരോടെങ്കിലും ഈ സത്യം പറയുവാൻ, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല മറ്റുള്ളവർ പറയുന്നവരെ അനുവദിക്കുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുക. ഇന്നത്തെ രക്ഷാമാർഗം അറിയത്തില്ല, പക്ഷെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്താ പഠിപ്പിച്ചതെന്നറിയാം. അദ്ദേഹം യഹൂദനല്ല, അദ്ദേഹം ആശേര പ്രതിഷ്ഠയെ ആരാധിച്ചിരുന്ന ഒരു റോമൻ പാഗൻ വിശ്വാസിയാണ്. കുരിശും കൊണ്ടുപോയി യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അയാള് പിന്നെ ഒരു കുരിശിന്റെ മാർഗം സ്ഥാപിക്കുക. അദ്ദേഹത്തിന് പോളിൽ കൂടെ വെളിപ്പെട്ട ആ മിസ്റ്ററി റെവലേഷന്റെ എന്ത് അറിവാണുള്ളത്, എന്ത് കാഴ്ചപ്പാടാണുള്ളത്? ചർച്ച് ഫാദേഴ്സ് എന്ന് പറയുന്ന അത്തനേഷ്യസ്, അല്ലെന്നുണ്ടെങ്കിൽ അഗസ്റ്റൈൻ, ജസ്റ്റിൻ മാർട്ടിയർ, ഒറിജൻ, ഇവർക്കൊക്കെ പോളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ മാർഗത്തിന്റെ ഹരിശ്രീ ABCD അറിയത്തില്ല. അവരാണ് ഇതിന് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അവരെല്ലാം അന്ന് പകരപ്പെട്ട ആ കിങ്ഡം ഗോസ്പലിലാണ് അടിയുറച്ചിരിക്കുന്നത്. ആ കിങ്ഡം ഗോസ്പൽ വിട്ടുകളഞ്ഞതും യഹൂദനെ ദൈവം വിട്ടുകളഞ്ഞ പദ്ധതിയെ ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇന്ന് ആ നറുക്കെടുപ്പ് കഴിഞ്ഞുപോയ ടിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസ പ്രമാണം, നിക്കിയ വിശ്വാസ പ്രമാണം എല്ലാവർക്കും അറിയാം. സഭ കാതോലികമായിരിക്കണം, സഭ അപ്പോസ്തോലിക അടിസ്ഥാനത്തിലായിരിക്കണം. പ്രിയ സ്നേഹിത, കറക്റ്റാണ്. പക്ഷെ ഏത് അപ്പോസ്തോലന്റെ കാര്യമാണ് താങ്കൾ പറയുന്നത്? 12 അപ്പോസ്തലന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അറിയത്തില്ല. അവരുടെ മരിക്കുന്ന സമയത്ത് പോലും പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ചിരുന്ന സുവിശേഷത്തെ കുറിച്ച് ഒരു ശരിയായ ഗ്രിപ്പ് എല്ലാവർക്കും ഇല്ലായിരുന്നു. പോളിന്റെ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് തന്നെ പലരും പല ദേശത്തേക്ക് പോയി. ചർച്ച് ഫാദേഴ്സിന് കൈമാറി എന്ന് പറയുന്നത് എന്താണ് അവർക്ക് കൈമാറിയത്? പന്തിരുവർക്കേ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ എന്താണ് കൈമാറുന്നത്? ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശം ശരിക്കും ഈ 12 അപ്പോസ്തലന്മാർക്ക് പോലും വ്യക്തമായിരുന്നില്ല. കാര്യം അവര് ലിറ്റിൽ ഫ്ലോക്സിന്റെ ഉപദേശകന്മാരും ശുശ്രൂഷകന്മാരുമാണ്. അവരൊന്നും കുറഞ്ഞവരായിട്ടല്ല. അവരെല്ലാം കർത്താവിനോടുകൂടെ ആ സിംഹാസനത്തിൽ 12 സിംഹാസനത്തിൽ നിന്ന് ന്യായം വിധിക്കാനുള്ളവരാ. അവർ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാ. പക്ഷെ അവരുടെ വിളി വേറെയാ. അവർ ചെറിയ കൂട്ടത്തിന്റെ ലീഡ്സ് ആണ്. അവർ കിങ്ഡം ഗോസ്പലിൽ അടിയുറച്ചിരുന്നവരാ. അവർ കർത്താവ് രാജാവായിട്ട് ഒലിവ് മലയിൽ മടങ്ങി വരുന്നതിനെ കാത്തിരിക്കുന്നവരാ. അവരന്ന് ഉയർത്തെഴുന്നേൽക്കും. അന്ന് കർത്താവിനോടൊപ്പം അവര് തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അതെല്ലാം അവരുടെ വിശ്വാസവും നടക്കാൻ പോകുന്ന കാര്യങ്ങളുമാണ്. ഇന്ന് നിങ്ങൾ ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റും കാണുന്ന ക്രിസ്തീയ വിശ്വാസം, അവർക്ക് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് മണവാട്ടിയാണെന്ന്. റാപ്ചർ ഉണ്ടെന്ന് അറിയത്തില്ല. സ്വർഗീയ നിത്യവാസം എന്താണെന്ന് അറിയത്തില്ല. സുവിശേഷം തന്നെ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ വെറുതെ പറയുന്നതല്ല, സുവിശേഷം എന്താണെന്നേ അവർക്ക് അറിയത്തില്ല. അവർ വിചാരിച്ചിരിക്കുന്ന ബോൺ അഗെയിൻ, പിന്നെ വാട്ടർ ബാപ്റ്റിസം, പിന്നെ വിശുദ്ധിയെ തികച്ച് ജീവിക്കുക. ഏതെങ്കിലും ഒരു കാലത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും. സഹോദര, താങ്കൾ മൂഢ സ്വർഗത്തിലാണ്. താങ്കൾ കൈവിടപ്പെട്ടു പോകുന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. 2 കൊരിന്ത്യർ 4:4 കാണിച്ച് ഞാൻ അവസാനിപ്പിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം അവിടെ പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം അവിടെ പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അത് ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇന്ന് ഈ ലോകത്തിന്റെ ദൈവം, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞു തുടങ്ങിയത് അവനാണ്. ഈ ലോകത്തിന്റെ ദൈവം അത് സാത്താനാണ്. അവിശ്വാസി, ഇന്നത്തെ വിശ്വാസി എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്ത് വിശ്വസിക്കണം എന്ന് പോലും അറിയത്തില്ല. അവർ അവിശ്വാസിയാണെന്നുള്ളത് പോലും അവർക്ക് അറിയത്തില്ല. അവരുടെ മനസ്സ് കുരുടാക്കിയിരിക്കുക. ഇന്ന് ഈ കുരുട്ടടിച്ചിരിക്കുന്നത് കാരണം ഈ സത്യത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുന്നു. ഇന്ന് നിങ്ങളൊരു ട്രഡീഷണൽ ക്രിസ്ത്യാനിയായി തുടർന്നു കഴിഞ്ഞാൽ ട്രഡീഷണൽ യഹൂദൻ എങ്ങനെ കൈവിടപ്പെട്ടു പോയോ? 95% അടങ്ങുന്ന ട്രഡീഷണൽ യഹൂദൻ വാഗ്ദത്ത സന്തതിയായിരുന്നു. ആലയമുണ്ട്, ആരാധനയുണ്ട്, ആചാര്യന്മാരുണ്ട്, യാഗമുണ്ട്, തിരുനാളുണ്ട്, പെരുന്നാളുണ്ട്, വെടിക്കെട്ടുണ്ട്, എല്ലാം ഉണ്ട്. 95% എങ്ങനെ കൈവിടപ്പെട്ടു പോയോ?
അതുപോലെ വളരെ ദയനീയമായി താങ്കൾ കൈവിടപ്പെട്ടു പോകാനിടയാവും. താങ്കൾ ഇത് അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പിന്നെ വിചാരിക്കരുത്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ദ ഗേറ്റ് മിനിസ്ട്രീസ് ആളെടുക്കാനുള്ള പദ്ധതി അല്ല ഇത്, താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ചോദ്യം ചോദിക്കാം. ന്യായമായി യൂട്യൂബിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും. ഇനി നമ്മളെ പഠിപ്പിക്കുവാനും ഇത് തെറ്റാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്ന് നമ്മൾ സൈലന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങളോട് മനസ്സിലാക്കുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റിയും ദൈവവചനത്തിൽ കൂടി കർത്താവ് പറയുന്ന ക്രിസ്ത്യാനിറ്റിയും, അതായത് ബൈബിൾ വിഭാവനം ചെയ്യുന്ന ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി, ഏറെക്കുറെ അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ എങ്കിലും നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുന്നത് എറ്റേണിറ്റി എന്നൊരു വിഷയമാണ്. അനാദി നിർണയം മുതൽ ഭാവി നിത്യത വരെയുള്ള കാലഘട്ടം, അന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്ത് എന്താണ് നടക്കുന്നത്, നമുക്ക് എല്ലാവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു വിഷയം, എറ്റേണിറ്റി, നിത്യത എന്നൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് അനുഗ്രഹമായി, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ, ഉറപ്പും ധൈര്യവും ലഭിക്കുവാൻ, ആത്മീയ ഉത്തേജനം പകരപ്പെടുവാൻ ഇടയായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഓരോ അറിവുകളും കർത്താവിൻ്റെ മാർഗത്തിൽ ശക്തന്മാരായിട്ട് നിൽക്കുവാൻ, കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് നിൽക്കുവാൻ, ലജ്ജിക്കാതെ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.